സിനിമയിലെ ആരെ കണ്ടു കഴിഞ്ഞാലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയിലെ ഡ്രൈവർമാരോട് വരെ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഫൈറ്ററായിട്ട് കിട്ടുമെന്ന് അറിയാനായിരുന്നു. പോകേണ്ട വഴികൾ അറിയത്തില്ല. കസിനുണ്ട്, പുള്ളി സിനിമയിൽ തന്നെയാണ്. പുള്ളിയാണെങ്കിൽ നമുക്കൊരു വഴി പറഞ്ഞു തന്നു. മൈത്രി മൂവീസ് പോണക്കുള്ള വലിയ ബാനറിൽ പടം ചെയ്യാൻ പറ്റി. സാം എന്ന് പറഞ്ഞ അണ്ണനുണ്ട്, മൂന്നാർ സാം. പുള്ളിയുടെ അടുത്ത് ഏത് പടം വന്നു കഴിഞ്ഞാലും പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് തെലുങ്കിലേക്ക് ഒരു ചാൻസ് മേടിച്ച് തരുന്നത്. അത് ഹോട്ട്സ്റ്റാറിൻ്റെ അകത്തൊരു വെബ് സീരീസ് ആയിരുന്നു, ജാൻസി എന്ന് പറഞ്ഞു. തമിഴിലെയും തെലുങ്കിലെയും വലിയ ആർട്ടിസ്റ്റുകളുടെ പടങ്ങളിൽ മലയാളി ആർട്ടിസ്റ്റുകളില്ലാത്ത ഒരു പടം പോലും. രജനീകാന്ത് വന്ന് ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചിട്ട് പോയി. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ പടം ലിജോ സാർ അതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്ത്. പൂമലക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു അലമ്പ് ടീമുണ്ടായില്ല. നിതിൻ രഞ്ജി പണിക്കർ, അദ്ദേഹം ഭയങ്കരമായിട്ട് സഹായിച്ചു. വെൽക്കം ടു ജെസി സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയെ വന്നേക്കുന്ന ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നൊരു 10 വർഷത്തിൽ മേലെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മുതൽക്കൂട്ടായിട്ട് മാറേണ്ട ഒരു വ്യക്തിയാണ്. കാരണം ചങ്കിന് ചങ്കായി, ചങ്ക് പറിച്ചെടുക്കാൻ പറഞ്ഞാൽ അതിനും തയ്യാറായി നായകൻ്റെ കൂടെ ഒരു വില്ലൻ പരിവേഷത്തിൽ നടക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വില്ലന്മാർക്ക് സംഘടനം എന്ന് പറയുന്ന ഒരു വിഭാഗം, സ്റ്റണ്ട് മാസ്റ്റർ എന്ന നിലയിലും ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് അതേ സംഘടന രംഗത്ത് പല ഭാഷകളിൽ, തെലുങ്ക്, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലെല്ലാം തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് സിനിമ മേഖലയിൽ മുന്നോട്ട് പോകുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ആ ബന്ധം തുടങ്ങുന്നത് എറണാകുളത്ത് കലൂർ ജനതാ റോട്ടിൽ ഒരു പൂജ സംബന്ധമായി ഞാൻ ചെന്നപ്പോൾ അന്നൊരു പരിവേഷം എനിക്കുണ്ടായിരുന്നു. കാരണം IV ശശി സാറിൻ്റെ ഒരു പ്രൊജക്റ്റ്, എൻ്റെ സ്റ്റോറി അദ്ദേഹം കേൾക്കുകയും അപ്പോൾ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അന്ന് അവിടെ ഞാൻ ചെന്നപ്പോൾ ഈ വ്യക്തിയും കുറച്ച് സുഹൃത്തുക്കളെയും എനിക്ക് അവിടെ നിന്ന് പരിചയപ്പെടാൻ സാധിച്ചു, അൺഎക്സ്പെക്റ്റഡായിട്ട്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം പലപ്പോഴും സച്ചിൻ ഭായി എന്ന് പറയുന്നൊരു വിളി എനിക്കിടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ കുറച്ച് കാലഘട്ടം, ഒരു 3-4 വർഷം ഞാൻ മാറി നിന്നതുകൊണ്ട് മാത്രമൊരു ഗ്യാപ്പ് വന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി വിളിക്കും, ഞാൻ വിളിച്ചില്ലെങ്കിൽ പോലും വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേര് അരുൺ എന്നാണ്. പക്ഷേ അരുൺ എന്ന് പറഞ്ഞ പേര് ഇന്നിപ്പോൾ അത്ര ആളുകൾക്ക് അറിയുമെന്നറിയില്ല. ജിക്കുബായ് എന്ന് പറഞ്ഞാൽ ഇന്നറിയുള്ളൂ. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജിക്കുബായ്. അപ്പോൾ ജിക്കുബായ്, ഒരു 10 വർഷത്തിന് മേലെയുള്ള പരിചയം. 10 വർഷം മേലെയായി. നിങ്ങൾക്കൊരു മാറ്റവും ഇല്ല. ആകെ മാറ്റം വന്നേക്കുന്നത് തേനീച്ചക്കൂട് കുറച്ചധികം വളർന്നു. അല്ലാണ്ട് ശാരീരികമായിട്ടൊരു മാറ്റമൊന്നുമില്ല. ഒരു സ്റ്റണ്ട് മാസ്റ്റർ അല്ല, മാസ്റ്റർ ആയിക്കോട്ടെ, മാസ്റ്റർ ആണല്ലോ, അങ്ങനെ പറയാമല്ലോ. സ്റ്റണ്ട് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റണ്ട് മാസ്റ്ററായിട്ടും, സ്റ്റണ്ട് മാസ്റ്റർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മൂവി പല ഡിസ്കഷൻ നടക്കുമ്പോൾ ഞാൻ ഈ ജിക്കുബായിനെ ഞാൻ വിളിച്ചിട്ട് പറയും, എനിക്ക് വേറൊരു സ്റ്റണ്ട് മാസ്റ്റർ വേണ്ട, എൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ നിങ്ങളായിരിക്കണം. കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട്, ഓ സച്ചിൻ ഭായി അത് ചെയ്യാം, അതങ്ങനെ ചെയ്യാം, പിന്നെ നമുക്ക് വേറൊരു മാസ്റ്ററിനെ തരേണ്ട കാര്യമൊന്നുമില്ല, അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആ വാക്കുകളിൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്തത്. തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ 2025 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും 10 വർഷത്തിന് മേലെയായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ജിക്കു എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്യുന്നത്. ഒരു 2 വർഷമായി നിങ്ങളുടെ വിളികൾ എനിക്ക് കുറഞ്ഞു. വല്ലപ്പോഴും വിളിക്കും, എന്നാലും വിളികൾ കുറഞ്ഞു. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ തെലുങ്കിലാണ്, തമിഴ്നാട്ടിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ടൊവിനോയുടെ പുതിയ സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? പള്ളിച്ചട്ടമ്പി എന്നാണ് പേര്. തുടങ്ങിക്കോ. ഇതിന് മുമ്പ് 10 വർഷം മുൻപ് നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. 10 വർഷം മുമ്പ് എന്തായിരുന്നു ജിക്കുബായുടെ ജോലി? അതുകൂടാണ്ട് എങ്ങനെയാണ് സിനിമയിലേക്ക്
കയറാനുള്ള സാഹചര്യം ഉണ്ടായത്? നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് +2 സമയത്ത് 10ാം ക്ലാസ് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓ എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു ക്രൈസ് മാർഷൽ ആർട്സ് പരിപാടികളോട് തോന്നി. ഓ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അവിടെയുള്ളൊരു രാജ് ജേക്കബ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓ പിന്നെ അത് മാറി മാറി കുറേശ്ശെ കോമ്പറ്റീഷന് ഇറങ്ങാൻ തുടങ്ങി. അതിൻ്റെ ടൂർണമെൻറ്റുകളുണ്ട്. ഇറങ്ങി അവസാനമാണ് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്നത്തെ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വുഷു എന്ന് പറഞ്ഞ കാറ്റഗറി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അന്ന് പോയി അങ്ങനെ ഞാനൊരു നാഷണൽ പാർട്ടിസിപ്പൻ്റ് ആകാൻ പറ്റി അന്ന്. അപ്പോൾ അതിനുശേഷം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് അന്നത്തെ ബ്രൂസ്ലിയുടെയും ജാക്കി ചാൻ്റെയും ജെറ്റ്ലിയുടെ ആയിട്ടുള്ള ഫൈറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇടി കൊണ്ടിട്ട് വരലാണോ അല്ലെങ്കിൽ വിന്നറായിട്ടാണോ വരാറ്? രണ്ടും ഉണ്ട്. ഇടി കൊള്ളാറുണ്ട്, വിന്നർ ആവാറുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ട്. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എക്യുപ്മെന്റ്സ് മീൻസ് ഗാർഡ്, ഇതാകുന്ന ഹെൽമെറ്റ്, അങ്ങനെയുള്ള. മനസ്സിലായി. എന്നാലും കിട്ടാറുമുണ്ട്, കൊടുക്കാറുമുണ്ട്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെയുള്ള പടങ്ങൾ കണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി അതിനോടൊരു ക്രൈസായി. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാൻ പറ്റുമോ, നമുക്ക് സിനിമയിൽ കയറണമെന്നുള്ളൊരു ആഗ്രഹമായി. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ അങ്ങനെ നടന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. ഇതിന് ഒരു 3-4 വർഷത്തോളം എനിക്കൊരു ഗ്യാപ്പ് വന്നു. ജോലി ഇതൊക്കെ തേടി ഇങ്ങനെ പോയി കുറേ നാട് ചുറ്റാൻ പറ്റി. അന്നേരം കേരളം, തമിഴ്നാട്. എൻ്റെ അടുക്ക് അപ്പച്ചന് കുറച്ച് സുഖമില്ലാണ്ട് വയ്യായിക. ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നാ പറയുക, ഇങ്ങനെ കുറേ നാടിങ്ങനെ ചുറ്റാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് വീണ്ടും 2013-14 പിന്നെ ഇതിനെപ്പറ്റി ഒന്ന് പൊടി തട്ടിയെടുത്ത് പിന്നെ അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ച് അലയാൻ തുടങ്ങി. ചാൻസുകൾ ചോദിച്ച് അവസാനം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പ്രാക്ടീസ് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ആരോഗ്യം നോക്കണം, മനസ്സിലായി. അതും പിന്നെ ഇതിനും കൂടെ വേണ്ടിയിട്ട് 2 കാര്യങ്ങളും കൂടെയൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരുന്നു. അന്നും ഇന്നും ചെയ്യുന്നുണ്ട്. അപ്പം അതിനോടിടയ്ക്ക് നമുക്ക് ചാൻസ് ചോദിക്കുന്ന ആദ്യം ഒരു ഫൈറ്ററായിട്ട് കിട്ടുമെന്ന് അറിയാനായിരുന്നു. പോകേണ്ട വഴികൾ അറിയത്തില്ല. മനസ്സിലായി. സിനിമയിലെ ആരെ കണ്ടു കഴിഞ്ഞാലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയിലെ ഡ്രൈവർമാരോട് വരെ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ. ഷൂട്ടിംഗ് സെറ്റുകളിൽ ചെന്നിട്ട് മെയിനായിട്ട് നമ്മുടെ നാടുകളിൽ വരുന്നുണ്ട്. ഇടുക്കിയാണ് സ്വദേശം. ഇടുക്കി അടിമാലിക്ക് അടുത്തുള്ള പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്വദേശം. അപ്പോൾ അവിടങ്ങളിലൊക്കെ, അവിടെ അതേപോലെ മൂന്നാർ മേഖലകളിലൊക്കെ ഒത്തിരി പടങ്ങൾ, അത് അന്യഭാഷ ചിത്രങ്ങൾ, ഹിന്ദി പടവും നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് കണക്കുള്ള ഷാരൂഖ് ഖാൻ്റെ ഒക്കെ പടങ്ങൾ വന്ന് അവിടെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആരെ കണ്ടു കഴിഞ്ഞാലും പോയിട്ട് ചാൻസ് ചോദിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എങ്ങനെ പോകണമെന്നുള്ളൊരു റൂട്ട് അറിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് കുറേ ബന്ധങ്ങൾ വന്നു, കുറേ കണക്ഷൻസ് ഉണ്ടായി. അങ്ങനെ വന്ന കണക്ഷനാണ് സച്ചിൻ ഫായി ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ആണ് നമ്മൾ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നത്. തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു കസിനുണ്ട്, പുള്ളി സിനിമയിൽ തന്നെയാണ് ഉള്ളത്. പുള്ളിയാണ് നമുക്കൊരു വഴി പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യ്. എന്തായിരുന്നു കസിൻ്റെ പേര്? ബെന്നി കട്ടപ്പന. ബെന്നി കട്ടപ്പന എന്ന് പറയുന്ന കസിൻ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അമ്മാവൻ്റെ മോളെയാണ് പുള്ളി കല്യാണം കഴിച്ചേക്കുന്നത്. അമ്മയുടെ അളിയൻ എന്ന് പറയാം. അളിയൻ അല്ലേ? അപ്പോൾ അളിയൻ ബെന്നി കട്ടപ്പന അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസർ ലെവലിലേക്ക് കൂടി തിരിഞ്ഞു. അത്യാവശ്യം സിനിമകളൊക്കെ ഉണ്ട്. പ്രേമലു എന്ന് പറഞ്ഞ സിനിമയെല്ലാം അല്ലേ, പുള്ളി അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ വലിയ മോശമില്ലാത്ത എന്താ പറയുക അളിയൻ തന്നെയാണ്. അദ്ദേഹമാണ് നമ്മളെ നീ ഇങ്ങനെ നടക്കേണ്ട ഒരു കാര്യം ചെയ്യുക, നീ ലൊക്കേഷൻ മാനേജർ എന്നുള്ള ജോലിയും കൂടി ചെയ്യാൻ പറഞ്ഞ്. പിന്നെ പയ്യെ ഓട്ടോമാറ്റിക്കലി ഞാൻ ലൊക്കേഷൻ മാനേജർ എന്നുള്ള ജോലി ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പം കുറച്ചുകൂടെ ഈ ഡയറക്ടർമാരായിട്ട് കണക്ഷൻസ് ആവും. അപ്പോൾ അവരെ നമ്മുടെ അവിടെ കുറേ പടങ്ങൾ ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട്, കട്ടപ്പന അടിമാലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പടങ്ങൾ വരാൻ തുടങ്ങി. അതിനൊക്കെ ലൊക്കേഷൻ മാനേജർ എന്നുള്ള ജോലി അതിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുമായിട്ടുള്ള കണക്ഷന് അവരോട് നമ്മൾ അത് വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ സാധിച്ചു. ഡയറക്ടർമാരോട് സാർ ഒരു ചാൻസ്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെറിയ വേഷങ്ങൾ തരാൻ തുടങ്ങി. പിന്നെ അതിങ്ങനെ വലുതായി വന്ന് ആ ഒരു രീതി നേരെ മറിച്ച് തെലുങ്കിലേക്ക് മാറാൻ പറ്റി. തെലുങ്കിൽ ഇപ്പോൾ ഏകദേശം 3ഓളം പടങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും വലിയ ബാനറില്ല, മൈത്രി മൂവീസ് പോണക്കുള്ള വലിയ ബാനറിൽ പടം ചെയ്യാൻ പറ്റി. അടുത്ത പടങ്ങൾ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് തെലുങ്കിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. ഇടുക്കിയിൽ ഷൂട്ട് ചെയ്ത മൂവികളിൽ നിന്നാണോ അത് കിട്ടിയത്, അല്ലെങ്കിൽ ഡയറക്റ്റ്? അതെ. അതായത് ഇടുക്കിയിൽ മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒട്ടുമിക്ക പടങ്ങളും വരാറുണ്ട്, അന്യഭാഷാ ചിത്രങ്ങൾ. തെലുങ്കും തമിഴും ഹിന്ദിയൊക്കെ ആയിട്ട് അവരുടെ ഒരു ഭാഗ്യ ലൊക്കേഷനാണ് മൂന്നാർ. അപ്പോൾ ആ മൂന്നാറിലേക്ക് വന്നു കഴിയുമ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഉണ്ട് ഒരു സാം എന്ന് പറഞ്ഞ അണ്ണനുണ്ട്, മൂന്നാർ സാം എന്ന് പറഞ്ഞ.
അദ്ദേഹം അവിടെ ഇതേപോലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ശരി. പുള്ളിയായിട്ട് ഇതേപോലെയാണ് ഒരു കണക്ഷനായി പുള്ളിയായിട്ട്. ഓക്കെ. ആ കണക്ഷൻ വെച്ച് പുള്ളി നന്നായിട്ട് സഹായിക്കാറുണ്ട് എന്നെ. ആ പുള്ളിയുടെ അടുത്ത് ഏത് പടം വന്നു കഴിഞ്ഞാലും പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് തെലുങ്കിലേക്കൊരു എൻട്രി ചാൻസ് മേടിച്ചു തരുന്നത്. അത് ഹോട്ട്സ്റ്റാറിൻ്റെ അകത്തൊരു വെബ് സീരീസ് ആയിരുന്നു, ജാൻസി എന്ന് പറഞ്ഞു. അതിൽ ശരിക്കും ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പോയതാണ് ഇതിൻ്റെ അകത്ത്. പക്ഷെ അത് അവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഥ മാറി, കളം മാറി. അവർ നല്ല ക്യാരക്ടർ റോൾ തന്നു അതിൻ്റെ അകത്ത്. ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു, ജാൻസി എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, മനസ്സിലായി. ഞാൻ മാത്രം അതിൻ്റെ അകത്ത് പുതിയ ഒരാളായിട്ട്. പക്ഷെ അവർ നന്നായിട്ട് കെയർ ചെയ്തു, നല്ല ഇത് തന്നു. തിരു എന്ന് പറഞ്ഞ സാറായിരുന്നു, തമിഴ് ഡയറക്ടറാണ് തിരു എന്ന് പറഞ്ഞ്. അദ്ദേഹമാണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അല്ല, പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുന്നേ ആർട്ടിസ്റ്റുകൾക്ക് തമിഴ് സിനിമയിലോ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിലേക്ക് മാറുമ്പോൾ മലയാളികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇമേജ് കൊടുക്കൂലായിരുന്നു, വലിയൊരു വാല്യൂ കൊടുക്കൂലായിരുന്നു. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പല ഇതിലും ഇൻ്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അവർക്കൊന്ന് വാഷ്റൂമിൽ പോകാൻ വരെ വളരെ ബുദ്ധിമുട്ട്, ക്യാരവണോ ഒന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. പക്ഷേ ശ്രീ മമ്മൂട്ടി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അതിലൊരു മാറ്റം കൊണ്ടുവന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ പൗരുഷമായിട്ട് തന്നെ, കാരണം അദ്ദേഹത്തിനൊരു ഇമേജ് അന്നേ ഉണ്ട്, ദളപതി പോലുള്ള സിനിമയ്ക്കറി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹമാണ് അതിന് വളരെ കർശനമായിട്ടുള്ളൊരു നടപടി എടുത്തതെന്നും എല്ലാവരുടെ അടുത്തും. പക്ഷേ ഇന്നതല്ല ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വില കൊടുക്കുന്നില്ലെങ്കിൽ പോലും നേരെ മറിച്ച് തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും നമ്മുടെ ആർട്ടിസ്റ്റിന് ഭയങ്കര ഒരു വാല്യൂ. ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ തമിഴിലെയും തെലുങ്കിലെയും വലിയ ആർട്ടിസ്റ്റുകളുടെ പടങ്ങളിൽ മലയാളി ആർട്ടിസ്റ്റുകൾ ഇല്ലാത്ത ഒരു പടം പോലും ഇല്ല, സിനിമയില്ല. മെയിൻ ആർട്ടിസ്റ്റ് അതിൻ്റെ അകത്ത് ഹീറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഉപനായകൻ എന്ന് പറയുന്നതെല്ലാം. കൂലി കണ്ടപ്പോഴും ഞാൻ ചിന്തിച്ച കാര്യമാണ്, അതിൻ്റെ അകത്തൊക്കെ മലയാളികൾ മെയിനായിട്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ട് മൈത്രി മൂവീസിൻ്റെ ഇതിലുള്ള നിതിനാണ് അവിടുത്തെ ഹീറോ വരുന്നത്. ശരിക്കും അതിൻ്റെ അകത്ത് ബാക്കി സ്കോർ ചെയ്തേക്കുന്ന, അതായത് ഉപനായകന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൽ സാറ്, സിദ്ദിഖ് ലാലിലെ ലാൽ സാർ, മനസ്സിലായി, പിന്നെ ഷൈൻ ടോൺ ചാക്കോ, ഇങ്ങനെയുള്ളവരാണ് അവിടെ. ഏത് പടം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന ജൂനിയർ NTR സാറിൻ്റെ പടമാണെങ്കിലും അതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ. 2 ദിവസം മുമ്പ് ഞാനൊരു മൂവി കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇടുക്കിയിലോ മൂന്നാറോ എന്തോ ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. അത് ഏത് മൂവി ആയിരുന്നു ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം നല്ല ഒരു ഇതായിരുന്നു. ആ വിഷ്വൽ കണ്ടപ്പോൾ നമുക്കറിയാം അത് ഇടുക്കി ഒന്നില്ലെങ്കിൽ അതിരപ്പള്ളി വായിച്ചാലോ അല്ലെങ്കിൽ മൂന്നാറോ അല്ലെങ്കിൽ ഇടുക്കിയിൽ ഏതെങ്കിലും ഒരു അവിടെ ഷൂട്ട് നടന്നേക്കുന്നത്. ആ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, എവിടെ വെച്ചാലും ഫ്രെയിമാണ്. അതെ, മാത്രമല്ല ആക്ടേഴ്സിനെ കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഒട്ടുമിക്ക ആൾക്കാരും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതൊക്കെ മലയാളികളാണ്. ഇപ്പോൾ തന്നെ ഏതോ അടുത്തൊരു ആരോ പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കേട്ടു, ഫേസ്ബുക്കിൽ എവിടെയോ വായിച്ചതാണ്, ജയിലർ 2 എന്ന് പറഞ്ഞ പടം വരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് വന്ന് ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചിട്ട് പോയി. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ ഇതാണോ? അതിൽ രജനീകാന്ത് കഴിഞ്ഞ എല്ലാം മലയാളികളാണ്. ഇപ്പൊ ജയിലറിലാണേലും വില്ലനാരാ? വിനായകനാണ്. അതേപോലെ തന്നെ ഇപ്പം ഹരീഷ് പേരടി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, പുള്ളി ഇപ്പൊ ഭയങ്കര തിരക്കായി, തമിഴിലും തെലുങ്കും മാത്രമേ ഉള്ളൂ. അതേപോലെ ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ലാൽ സാറ്, അദ്ദേഹം ഇല്ലാത്തൊരു തെലുങ്ക് പടം ഇല്ല ഇപ്പൊ. സത്യം. അദ്ദേഹം മെയിൻ ആർട്ടിസ്റ്റ് ഹീറോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിടയ്ക്ക് തെലുങ്കിലെയും തമിഴിലെയും മെയിൻ വില്ലനായിരുന്നു അദ്ദേഹം. ഇത്തിരി വലിയ വലിയ സൂപ്പർ ഹിറ്റ് പടങ്ങളിലെ വില്ലനായിരുന്നു അന്നത്തെ. സണ്ടക്കോഴി, പഴയ അതേപോലെ കാളൈ, അങ്ങനെയൊക്കെ പറഞ്ഞ് ശിലംബരസന്റെ കാളൈ, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വലിയ പടങ്ങളിലെ വില്ലനായിരുന്നു ലാൽ സാറ്. അത് മാറി ഇപ്പൊ തെലുങ്കിൽ അദ്ദേഹം ഇല്ലാത്ത പടമില്ല, എല്ലാ പടങ്ങളിലും അദ്ദേഹം ഉണ്ട് ഇപ്പൊ. അതേ രീതിക്ക് മാറിക്കഴിഞ്ഞു ഇപ്പം. ആ രീതിയിലേക്ക് നിങ്ങളെപ്പോഴാണ് മാറുന്നത്? മാറണം, അതിനാണല്ലോ ട്രൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടൊവിനോയുടെ കൂടെയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ആകെ ഒരു ക്രൂഷ്യൽ ടൈമിംഗ് എന്ന് പറയാം. കാരണം ഷൂട്ടിന് വിളിക്കൂലേ, നാളെ തുടങ്ങൂല്ലേ, ഒന്നും ഒരു ഇതുമില്ല. അവർ തുടങ്ങാമെന്ന് പറയുന്നത്, പക്ഷെ മഴ അവിടെ ഒരു ചെറിയ വില്ലൻ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ 7 മണിക്ക് ഷാർപ്പ് എന്നെ വിളിച്ച്, ചെമ്പായി ഞാൻ എന്തായാലും വരാം, എനിക്ക് എങ്ങനെയാലും ഞാൻ വന്നിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനമാണ്. ഇന്ന് വരെയും 2014-ലോ 2015-ലോ ആണ് നമ്മൾ ബന്ധപ്പെടുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെയും എനിക്ക് ജിക്കു എന്ന് പറയുന്ന വ്യക്തി, ഒരു മാറ്റം വന്നേക്കുന്ന പേര് മാത്രമേ ഉള്ളൂ. അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ ജിക്കു എന്ന് പറയുന്നൊരു പേരിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇന്ന് വരെയും ഒരു രീതിയിലും മോശപ്പെട്ട രീതിയിലോ ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല, നിങ്ങളിങ്ങോട്ട് എനിക്ക് സംസാരിക്കേണ്ട ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഒരു
വില്ലനായിട്ടായിരുന്നോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണോ, ഏത് രീതിയിലാണ്, ഏത് വർഷമായിരുന്നു, ഏത് മൂവി ആയിരുന്നു? ആദ്യമായിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റണ്ട് പരിപാടിയായിട്ട് പോയിട്ട് ഞങ്ങൾ കോഴിക്കോട് ഒരു പടം ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും വെളിയിൽ വന്നില്ല. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പടം, അതിൻ്റെ ടൈറ്റിലൊന്നും ഇട്ടിട്ടില്ല. പടം വെളിയിലും വന്നില്ല. കുറേ ന്യൂ ഫേസസുകളെ വെച്ചുകൊണ്ട് എടുത്ത പടമായിരുന്നു അത്. ഓക്കെ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ 2018 അമ്പിളി എന്ന് പറഞ്ഞ പടത്തിലാണ് ശരിക്കും നമ്മുടെ മുഖമാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. ആ പടത്തിൽ ചെറിയ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെങ്കിലും നമുക്ക് പറയാവുന്ന രീതിക്ക് ആദ്യമായിട്ട് നമ്മുടെ മുഖം സ്ക്രീനിൽ കാണുന്ന അമ്പിളി എന്ന് പറഞ്ഞ പടത്തിലാണ്. സൗബിൻ മൂവിയില്ല. അത് കംപ്ലീറ്റ് നിങ്ങളുടെ അവിടെ തന്നെ ആയിരുന്നല്ലോ? ഇടുക്കി കട്ടപ്പന. അതിനുശേഷം വന്നേക്കുന്നത് ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ പടം. അതിൽ ലിജോ സാർ അതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഒട്ടുമിക്ക ഏരിയകളിലുമായിട്ട് നമ്മളൊക്കെയാണ് അതിൻ്റെ അകത്ത്. പൂമലക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു അലമ്പ് ടീമുണ്ട് അതിൻ്റെ അകത്തുള്ള ഒരാളെ. അതിൽ ഒരാളെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിനീഷ് എന്ന് പറഞ്ഞിട്ട്, ആലപ്പി. ഓക്കെ അറിയാലോ, പുള്ളി പൂമാലക്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ ടീമിൽ ജിക്കു ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു ക്യാരക്ടർ കിട്ടി നല്ല രീതിക്ക്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലിജോ സാറിൻ്റെ അതെ, മെയിനായിട്ട് നൈറ്റ് ഷൂട്ടായിരുന്നു ഫുള്ള്. ഫിസിക്കലി ശരിക്കും അപ്പിച്ചുകൊണ്ട് തന്നെ യൂസ് ചെയ്തു. 90 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. അതും ഞങ്ങളുടെ കട്ടപ്പന തന്നെയായിരുന്നു. അതാണ് പിന്നെ ഞങ്ങളുടെ കട്ടപ്പന ഞങ്ങൾ സിനിമാക്കാരങ്ങ് വിലക്ക് മേടിക്കാം അല്ലേ? കട്ടപ്പന മൊത്തം ഇപ്പോൾ സിനിമാക്കാരുടെ കയ്യിലായി. ഒത്തിരി പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കട്ടപ്പനത്തേക്ക്. ഒട്ടുമിക്ക പടങ്ങൾ ഹിറ്റായിട്ടുണ്ട്. അതെ, അതുകൊണ്ടും ഒരു ഭാഗ്യ ലൊക്കേഷൻ ആയിട്ട്, ലക്കി പ്ലേസ് ആയിട്ട് അത് മാറി. ജല്ലിക്കെട്ടിന് ശേഷം പിന്നെ കാവൽ എന്ന് പറഞ്ഞ പടമാണ്. കാവലിലും അത്യാവശ്യം നല്ലൊരു ഉണ്ടായിരുന്നു, ക്യാരക്ടറായിരുന്നു. ഈ കാവലിലെ ലൊക്കേഷൻ മാനേജർ ഞാൻ തന്നെയായിരുന്നു. ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ഒരു കാവലിലെ ക്യാരക്ടർ ഒരു റോള് മേടിച്ചതെന്ന് അറിഞ്ഞു. ശരി തന്നെ, ലൊക്കേഷൻ തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് നിതിൻ രഞ്ജി പണിക്കർ അദ്ദേഹം ഭയങ്കരമായിട്ട് സഹായിച്ചു. ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇപ്പോഴും അദ്ദേഹമായിട്ട് വല്ല കണക്ഷനും ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ തന്നെ അനിയനാണ് ഈ പറഞ്ഞ നിഖിൽ രഞ്ജി പണിക്കർ. ഈ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ തെലുങ്ക് പടം ഉണ്ടായിരുന്നു മൈത്രി മൂവീസിൻ്റെ. അത് ഇവിടെ മൂന്നാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മാനേജർ പുള്ളിയായിരുന്നു. അവർക്ക് കേരള അതർ ലാംഗ്വേജ് പോകുമ്പോൾ അതായത് സ്റ്റേറ്റിൽ സാറിന്റെ മകൻ, രണ്ടാമത്തെ അതെനിക്ക് പുതിയ അറിവാണ്. അവർ ഇരട്ടകളാണ് അതിൽ. അത് ശരി. പുള്ളിയാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് എനിക്ക് ഒരു എൻട്രി കിട്ടാനായിട്ട് പുള്ളി സഹായിച്ചു. അതും ഇതേപോലെ തന്നെ വലിയൊരു ത്രില്ലിങ്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ ഷൂട്ടിന് വിളിച്ച തന്നെ. മൂന്നാറായിരുന്നു എൻ്റെ ഷൂട്ട്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞാടാ ഒരു ദിവസം ഉണ്ട്, ഒരു ചെറിയൊരു പരിപാടിയേ ഉള്ളൂ, നീ വന്ന് എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാകുമെന്നും പറഞ്ഞു അദ്ദേഹം വിളിച്ചു. ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വർഷത്തോളം എൻ്റെ ഷൂട്ട് വിടുന്നവർ ഹൈദരാബാദ്. പിന്നെ അത് ആ പടത്തിൻ്റെ ഭാഗം അങ്ങായി. അത് ശരി. അവിടെ ചെന്നപ്പോഴാണേലും വെങ്കി കൊടുമുല എന്നാണ് ഡയറക്ടറുടെ പേര്. അവിടുത്തെ ഒത്തിരി ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുള്ളതാണ് തെലുങ്കില്. അദ്ദേഹം നന്നായിട്ട് കെയർ ചെയ്തു, ഒത്തിരി ഇത് ചെയ്യാനുള്ളത് തന്നു. എന്തെങ്കിലും വന്നാൽ തന്നെ അവർ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പം ആദ്യം ചോദിച്ച പോലെ തന്നെ ഇപ്പം മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതർ ലാംഗ്വേജിൽ വേറൊരു മലയാളം ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു ഇമേജാണ് ഇപ്പം. പഴയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളേ ഉള്ളൂ എനിക്ക്. മനസ്സിലായി. പക്ഷെ ഇപ്പം ഞാൻ പോകുമ്പോൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കെയറിങ് ആണ് അവർ. നല്ല കെയറിങ് എന്ന് വെച്ചാൽ നല്ല കെയറിങ് ആണ്. മെയിനായിട്ട് ഈ മലയാളികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആക്ടിങ് എന്നുള്ളൊരു ഇത് അവരുടെ കയ്യിലുണ്ട്. അവരങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നതല്ല, അത് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ മാത്രമേ മറ്റുള്ള അതർ ലാംഗ്വേജിൽ പോയിട്ട് അഭിനയിക്കുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് മലയാള സിനിമയിൽ ഇപ്പോൾ നേരത്തെ ജിക്കുബായി പറഞ്ഞ പോലെ ഇന്ന് മലയാള സിനിമയിൽ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നുണ്ടെന്നുള്ളതാണ്. സൗബിനാണെങ്കിലും ഷൈൻ ടോം ആണെങ്കിലും അതേപോലെ നമ്മുടെ ബ്രില്യൻ്റ് ആക്ടർ ഫഹദ് ആണെങ്കിലും എല്ലാം മലയാളത്തിനേക്കാൾ കൂടുതൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാൽ സാറും ഒക്കെ ചെയ്യുന്നത് എല്ലാ ലാൽ സാറിനൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. ലാൽ സാറും മമ്മൂക്കാന്നൊക്കെ പറഞ്ഞാൽ അവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവർ നേരത്തെ മൾട്ടി ലാംഗ്വേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അന്നൊന്നും ആ കാലഘട്ടത്തിലൊന്നും ഇപ്പം ലാൽ സാറും മമ്മൂക്കയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ നിന്ന് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ പോയിട്ട് ചെയ്യുന്നത് ഞാൻ വളരെ റെയറായിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു സിനിമ റിലീസായിട്ടുണ്ട്, ബിജു മേനോൻ വളരെ നല്ലൊരു ക്യാരക്ടറാണ് ഇത് ചെയ്തേക്കുന്നത്. റീസെൻ്റ്ലി അത് തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ആ സിനിമ. അതിൻ്റെ പേര് ഞാൻ മദ്രാസ്. അത് തന്നെ
അതിൻ്റെ അകത്ത് ശിവകാർത്തികേയൻ. ശിവകാർത്തികേയൻ അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടറാണ് ബിജു മേനോൻ സാർ ചെയ്തേക്കുന്നത്. കാരണം അപ്പോൾ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളൊന്ന് ലാംഗ്വേജിലേക്ക് പോയി തുടങ്ങി, പോയി തുടങ്ങിയതല്ല, ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. വിളിച്ചുകൊണ്ട് പോകണേ. മലയാളത്തിൽ ഈ അടുത്താണ് ഒരു 2-3 വർഷത്തിനിടയ്ക്കാണ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഇത്. അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര ടാലൻറ്റഡ് ആണ് എല്ലാവരും. റൈറ്റ്. അവർ കറക്റ്റായിട്ട് എന്താണോ ഡയറക്ടർ പറയുന്നത് കറക്റ്റായിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. അത് ആപ്റ്റാവുന്ന ക്യാരക്ടറെ അത് ചിലപ്പം പാൻ ഇന്ത്യൻ ലെവലിൽ നിന്നായിരിക്കും പിടിച്ചു കൊടുക്കുക. മനസ്സിലായി. അപ്പം അങ്ങനെയുള്ളവരെ അതർ ലാംഗ്വേജിലുള്ളവരെ എല്ലാം നോക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയാണ്. കാരണം എല്ലാവർക്കും നല്ല കഴിവുണ്ട് ഇവിടെ ഉള്ളവർ. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം എല്ലാവർക്കും അത്യാവശ്യം കഴിവുള്ളതാണ്. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു സിനിമയിൽ ഇപ്പോൾ ജിക്കു എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ഒരു ക്യാരക്ടർ എന്ന ജിക്കു അതിൻ്റെ അകത്ത് വില്ലനാന്നും പറഞ്ഞ് മസ്ലിം വീർപ്പിച്ച് നിൽക്കുന്ന ഒരു പണ്ടത്തെ ഇതൊന്നുമല്ല. കാരണം നിങ്ങൾ നിങ്ങളുടേതായ തനതായ ശൈലിയിലാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ ചെറിയൊരു പൊടി കൈകൾ എന്ന് പറഞ്ഞ പോലെ ഇത്തിരി ഉപ്പ് കൂടുതലിടണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പഞ്ചസാര കൂടുതലിടണമെന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ കുറച്ച് എന്തെങ്കിലും മേമ്പടി ചേർത്തിട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബിലീവ്മെൻ്റാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകളും മറ്റുള്ള ലാംഗ്വേജിലെ ആർട്ടിസ്റ്റുകളും അവരും ചെയ്യുന്നതിനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു ഡയറക്ടറിന് ആ ഒരു പർട്ടിക്കുലർ വേയിലൂടെ പോകുന്ന ഡയറക്ടർ അയാൾ ചെയ്യുന്ന സിനിമകളിൽ കുറച്ച് ഓവർ ആക്ടിങ് വേണം എന്ന് പറഞ്ഞ്, അതായത് അവിടുത്തെ പ്രേക്ഷകരെങ്ങനെയാണോ ആ രീതിയിലായിരിക്കാം ആളുകൾക്ക് എന്ത് വേണോ അത്. അതെ, അത് കറക്റ്റല്ലേ, അവർക്ക് അത് കൊടുക്കും. ഇതിപ്പോൾ ഇത് കല എന്ന് പറയുന്നതിനുപരി ഇതൊരു വ്യവസായം കൂടിയാണല്ലോ. കറക്റ്റ്. അതെ, ബിസിനസ് നടക്കണം. ബിസിനസ് നടന്നാൽ മാത്രമേ ഉള്ളൂ. കലാകാര്യങ്ങൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബിസിനസ് നടന്നാൽ മാത്രമേ. മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ 30 കോടിക്കാണ് ചെയ്തേക്കുന്നത്. 30 കോടിയിലാണ് ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷൂട്ട് പൂർത്തീകരിച്ച് ഔട്ട് ഇറക്കിയേക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ചായ കുടിക്കാൻ നേരത്തെ സംസാരിച്ചൊരു കാര്യമുണ്ട്. തെലുങ്കിൽ ഒരു ആർട്ടിസ്റ്റ് മേടിക്കുന്നത്, മെയിനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മേടിക്കുന്ന റേറ്റ് എത്രയാണ് പറഞ്ഞത്? ഇപ്പോൾ പുഷ്പയ്ക്കാണെങ്കിൽ 300 കോടിയാണ് അല്ലു അർജുൻ്റെ പേയ്മെൻറ്റ്. 300 കോടി അയാളുടെ മാത്രം പേയ്മെൻറ്റ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഓവറോൾ ബഡ്ജറ്റ് എത്രയായിരിക്കും? 500 സംതിങ് അങ്ങനെ എന്തോ. ഇവിടെ 100 കോടി അടിക്കാൻ വേണ്ടി മലയാളികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ 100 CR അടിച്ചു എന്നും പറഞ്ഞാൽ ഇവിടെ സ്വർഗം കിട്ടിയ പോലെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്, അല്ലേ? 150 കോടി അടിച്ചു. ഇവിടെ ഒരു 250 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് ഒന്ന് ആലോചിക്കുക. 30 കോടിക്കെടുത്ത ലോകയാണ് ഇപ്പോൾ 250 കോടി കവർ ചെയ്തു. എത്ര വ്യത്യാസം വന്നു? അവിടെ 300 കോടി ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുന്നു, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് എത്ര കൊടുക്കണം? 1 by 1 കൊടുക്കണ്ടേ? അപ്പം മൊത്തം ഒരു ഓവറോൾ ഒരു ഫിലിം ഷൂട്ട് കഴിഞ്ഞ് ഔട്ട് ഇറക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ 600 കോടിയോ 700 കോടിയോ ആകുന്നുണ്ട്. ഈ 700 കോടി അവിടെ നിന്ന് കളക്ട് ചെയ്യണം. 700 കോടി കളക്ട് ചെയ്യണം. അതിൽ നിന്ന് 1 രൂപ കൂടുതൽ കിട്ടിയാൽ അത് ലാഭത്തിലേക്ക് പോകുന്നുള്ളൂ. മലയാളത്തിൽ 1.5 കോടി 700 കോടി കിട്ടിക്കഴിഞ്ഞ് 700 അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 3 ഇരട്ടി കളക്ഷൻ വന്നാൽ മാത്രമേ ഒരു പടം കിട്ടുള്ളൂ. 30 കോടി രൂപ മുടക്കി പിടിക്കുന്ന ഒരു പടം ഏകദേശം ഒരു 90 കോടി രൂപ വന്നു കഴിഞ്ഞാലേ ഡയറക്ടർക്ക് എന്തെങ്കിലും ഒരു ലാഭം, പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുള്ളൂ അതിൽ നിന്ന്. തീർച്ചയായിട്ടും. അല്ലാണ്ട് 30 കോടി മുടക്കി പടം പിടിച്ച് 30 കോടി വന്നു കഴിഞ്ഞാൽ പടം സാമ്പത്തികപരമായിട്ട് പരാജയമാണ്. ഒരിക്കലും ഇല്ല. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ വെറും 40 ലക്ഷത്തിന് സിനിമ ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ 10 ലക്ഷത്തിന് ചെയ്യുന്നവരുണ്ട്, 1 കോടിക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ 100 കോടി എന്ന് പറഞ്ഞൊരു സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും? മലയാള സിനിമയിൽ ഒരു 100 കോടിയുടെ ഉണ്ട്. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക ഇവരുടെ ഒരു കമ്പൈൻ സ്റ്റോറി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എബോവ് 100 എന്നാണ് ഞാൻ കേട്ടത്. കേട്ടറിവാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ കേട്ടറിവാണ് ഈ പറയുന്നത്. അതെ, അത്രേ ഉള്ളൂ. ഓരോ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഇതാണ്, നമ്മളിത് എക്സാക്ട് ചെയ്ത് അറിയില്ലല്ലോ. അതിലും അല്ലു അർജുൻ്റെ കേസ് പറഞ്ഞത് അതേപോലെയാണ്. ഒരു മാറ്റം വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും മലയാളത്തിൽ ഇറങ്ങുന്ന പോലെ ഒരു തിയേറ്റർ ലിസ്റ്റ് അല്ലല്ലോ തെലുങ്ക് എന്ന് പറയുന്നത്, തമിഴ് എന്ന് പറയുന്നത്. അതായത് ഏരിയ വലിപ്പമുണ്ട്, ഭയങ്കര ഏരിയ ആണ്. തിയേറ്ററുകളുടെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ആന്ധ്ര എന്ന് പറയുന്നത് വലിയ ഏരിയ ആണ്. അതെ. അത് കൂടാണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു പടം അവർക്ക് കണ്ടിരിക്കണം. അതൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അവർക്ക്. അതവർ കണ്ടിരിക്കും.
അപ്പം അതാണ് അവിടുത്തെ വിജയം എന്ന് പറയുന്നത്. അവർക്ക് എന്ത് വേണോ, അവർക്ക് എന്താണ്, ആളുകളുടെ അഭിരുചി എന്താണ്, അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് എന്താണോ വേണ്ടത്, അതിനനുസരിച്ചുള്ള പടം ഇറക്കുന്നു, ബിസിനസ് ചെയ്യുന്നു. കറക്റ്റ്. കല എന്നതിനുള്ളതിലുപരി ഇത് ബിസിനസ്സാണ്. പൈസ മുടക്കുന്നതിന് ജിക്കുബായിക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ചെയ്തു, തമിഴിലും തമിഴിൽ ഒരെണ്ണം ചെയ്ത് ഒരെണ്ണം ചെയ്തു റിലീസായിട്ടില്ല. കഴിഞ്ഞിരിക്കുന്നു, തെലുങ്ക് ചെയ്യുന്നു. കംഫർട്ടബിൾ ഫീൽ ചെയ്തത് ഏത് ലാംഗ്വേജിലാണ്? കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പടത്തിലും ഓരോ അങ്ങനെയല്ല, ഇൻഡസ്ട്രി. നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, മലയാളം, തമിഴ്, തെലുങ്ക്. അതിൽ ആ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്കൊരു നമ്മൾ തോന്നൂലേ, ചേട്ടാ എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മളൊരു സേഫ് സോണിലാണ് നമ്മൾ പോകുന്നത്, ഒരു ചിന്താഗതി. അത് രണ്ടിടത്തും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ തെലുങ്കിൽ ചെയ്തേക്കുന്ന ഒന്നിന്നും എനിക്ക് അങ്ങനെ വേറൊരു ബാഡായിട്ടുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. അവരെ കെയറിങ് അതേപോലെയാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിനെ അവർ കെയർ ചെയ്യുന്നത്, ഒറിജിനൽ ആർട്ടിസ്റ്റായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആർട്ടിസ്റ്റാണ്. അവരെ ആ രീതിക്ക് തന്നെ അവർ കെയർ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഒന്നും ഇന്നേവരെ അങ്ങനെ ഒരു മോശാനുഭവം എന്ന് പറയാനായിട്ട് ഉണ്ടായിട്ടില്ല. എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ മലയാളത്തിൽ ചെയ്തേക്കുന്ന മിക്ക പടങ്ങളിലും ഞാൻ തന്നെയായിരുന്നു ലൊക്കേഷൻ മാനേജർ. അപ്പം അതിൻ്റെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വേറെ അതായത് പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ അവിടെ എവിടെയാണോ ഇത് ചെയ്യുന്നത് അവിടെ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ കൂടെ ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. തെലുങ്കിൽ പടത്തത് വേറെ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കമ്മിറ്റ് ചെയ്തിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കന്നഡയിലേക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൾട്ടി ലാംഗ്വേജ് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കന്നഡയിൽ അത് വേറൊരു എക്സ്പീരിയൻസ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനേശ് ബാബു എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. ആള് മലയാളിയാണ് ശരിക്കും, പക്ഷെ അവിടുത്തെ ഒരു വലിയൊരു ഡയറക്ടറാണ് അദ്ദേഹം. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മീഷണർ, അതേപോലെ ധ്രുവം, ഈ പടങ്ങളിലൊക്കെ ക്യാമറാമാൻ അദ്ദേഹമായിരുന്നു. നമ്മുടെ ഷാജി കൈലാസ് സാറിന്റെ കമ്മീഷണർ, അതേപോലെ കുറെ അതിന്റെയൊക്കെ ക്യാമറാമാനായിരുന്നു. അപ്പോൾ പുള്ളി ഇതിന് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് നേരെ കന്നഡയിലേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ പുള്ളി ഡയറക്ടറായി. അവിടെ വിഷ്ണുവർദ്ധൻ സാറിനെ പോലെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് പടങ്ങളെടുത്ത് ഇതായതാണ്. അപ്പം അദ്ദേഹം ഇപ്പം നമ്മുടെ ജനുവരിയിലേക്കൊരു മൂവി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കന്നഡയിലേക്കുള്ള തുടക്കം അതുവഴിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇടയ്ക്ക് ആ സാറിനെ പോയി കണ്ടായിരുന്നു, അവിടെ ബാംഗ്ലൂർ പോയി കണ്ടു. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പുള്ളി അത് ജനുവരി തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ എപ്പോഴും ജീവിതം സിനിമക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കണല്ലേ. അതങ്ങനെ ആയിപ്പോയതല്ല, ആക്കിപ്പോയി. കാരണം അതിൻ്റെ പുറകിൽ മാത്രം നടക്കുക. ഇപ്പോൾ സംസാരം തുടങ്ങി. പിന്നെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടും ചാൻസ് ചോദിക്കാനായിട്ട് എനിക്കൊക്കെ ഭയങ്കര മടിയാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര മടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് സാറിൻ്റെ കൂടെ ഒന്ന് അസിസ്റ്റൻ്റായിട്ട് നിർത്താൻ പറ്റുമോ, അസോസിയേറ്റായിട്ട് നിർത്താൻ പറ്റുമോ, ഞാനിപ്പോൾ ചീഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നൊന്ന് സാർ ചീഫാക്കണ്ട, അസോസിയേറ്റായിട്ട്. കാരണം അതിൻ്റെ താഴത്തേക്ക് നമുക്ക് അസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റില്ല. കാരണം ചീഫായിട്ട് നിന്നിട്ട് അസിസ്റ്റൻ്റായിട്ട് പോകാമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഒരു ഡീഗ്രേഡിങ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അസോസിയേറ്റായിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാൻ പോലും ഭയങ്കര മടിയാണ്. എൻ്റെ അടുത്ത് അനിൽ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞൊരു കാര്യമാണ്, സച്ചിനെ അവസരം നിന്നെ തേടി വരില്ല, അവസരങ്ങളുടെ പുറകെ നീ തേടി നടക്കണം. നിനക്കാണ് ചെയ്യേണ്ടതെങ്കിൽ നീ എന്നെ വിളിച്ചിരിക്കണം. പക്ഷെ അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുന്നത് ഏതൊരു സിനിമ അദ്ദേഹത്തിൻ്റെ ഇറങ്ങുമ്പോൾ, ഇപ്പോൾ കുറച്ചായിട്ട് അദ്ദേഹം ചെയ്യുന്നില്ല, സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ പറയും സാറേ ഞാൻ സിനിമക്ക് പോകുന്നുണ്ട് കേട്ടോ, നീ എൻ്റെ റിവ്യൂ എനിക്ക് അയക്കണം കേട്ടോ എന്ന് പറയും. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സാറ് പുതിയ ഫിലിം വന്നില്ലേ ഞാൻ എന്നോട് വർക്ക് ചെയ്തോട്ടെ ചോദിക്കില്ല, മടിയൻ. പക്ഷേ നേരെ മറിച്ച് എന്നിൽ നിന്നും വളരെ ഓപ്പോസിറ്റാണ് ചിത്തു എന്ന് പറയുന്ന, ജിക്കുബായി എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് ചോദിക്കണമെന്ന് തോന്നി ആരുടെ അടുത്തും പോയിട്ട് ചോദിക്കും, ഒരു മടിയില്ല. കാരണം നമുക്ക് പോയ ഒരു വാക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ, അത്ര ചോദിക്കുന്നു. പിന്നെ നിങ്ങൾ പല മേഖലകളിലൂടെയും കടന്നു പോകുന്ന ഒരാളാണ്. ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്തും അതേപോലെ ഒരുപാട് സിനിമകളിൽ നിന്ന് ഷൂട്ടെടുക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇടുക്കി മൊത്തത്തിൽ. കട്ടപ്പനയാണെങ്കിലും അതേപോലെ പല പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്, മൂന്നാറും എല്ലാം. നിങ്ങൾ ഇപ്പോൾ ലൊക്കേഷൻ ഹണ്ടറായിട്ട് നടക്കുന്നു, അതുവഴിയും കയറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തെലുങ്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, തെലുങ്കിൽ നമ്മളൊരു തെലുങ്ക് മൂവിയിൽ അഭിനയിക്കുമ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഏതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്? അഞ്ജലി എന്ന് പറഞ്ഞ ഹീറോയിൻ ഉണ്ട്, നമ്മുടെ മലയാളത്തിലെ ഒരു ഇരട്ട എന്ന് പറഞ്ഞ പടത്തിലൊക്കെ അഭിനയിച്ചതാണ്, തമിഴ്നടിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന തെലുങ്ക് വെബ് സീരീസാണ്, ഞാൻ പറഞ്ഞില്ലേ, അതിലായിരുന്നെങ്കിൽ അതായത് അഞ്ജലിയാണ് ലീഡ് റോൾ ചെയ്യുന്നത്. പിന്നെ ഒരു ഹീറോ സൈഡ് ഒരു 4 പേരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അഞ്ജലി കൂടാണ്ട് ഈ 4 പേരിൽ അത്യാവശ്യം 2 പേരും
മൂന്ന് പേരും നല്ല ആർട്ടിസ്റ്റുകളാണ് തെലുങ്കിൽ നിന്നുള്ള. ഓക്കെ. തെലുങ്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹിന്ദി ഷാരുഖ് ഖാൻ്റെ ഒക്കെ ഒപ്പം വില്ലനായിട്ട് അഭിനയിച്ച ആളൊക്കെ ആയിരുന്നു. ഓഹോ. പിന്നെ നാലാമനായിട്ട് എന്നെ അവരെടുത്തു. അത് ഓക്കെ. ലക്കിന് കിട്ടി. ആഹാ. കിട്ടിയത് അതാണ് ആദ്യത്തെ ഇത്. ലാംഗ്വേജ് അറിയില്ല, ഉം. തമിഴ് അറിയായിരുന്നു. ഉം. അപ്പോൾ ഈ തമിഴ് അറിയാവുന്നതുകൊണ്ട് ഈ ഡയറക്ടറും നിങ്ങൾ തമിഴായിരുന്നു. ഇടുക്കിക്കാരൊരു പ്രത്യേകത ഉള്ളത്, നിങ്ങൾ പൊതുവെ തമിഴ് അറിയാവുന്ന സംസാരിക്കുന്ന അത് ആൾക്കാരെ. മൂന്നാറൊക്കെ ഫുള്ള് തമിഴ് തന്നെയാണ് മൂന്നാർ ഏരിയയിൽ. ഉം. അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പീരുമേട് അങ്ങനെയുള്ള ഏരിയകളിലെല്ലാം തമിഴാണ്. മനസ്സിലായി. അങ്ങനെ തമിഴ് അല്ലാണ്ട് തന്നെ നേരത്തെ തമിഴ് അറിയാം. അപ്പോൾ തമിഴിൽ ഇവർ തമിഴ് ഡയറക്ടറായിരുന്നു, അവരുടെ അസോസിയേറ്റ് എല്ലാവരും തമിഴ് ആയിരുന്നു, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരായിരുന്നു. പ്രൊഡക്ഷൻ കമ്പനിയും തമിഴായിരുന്നു. പക്ഷേ ഇത് തെലുങ്കിലാണ് അവർ ചെയ്തത്. അദ്ദേഹം തെലുങ്കിലും പടം നമ്മുടെ ഗോപിചന്ദിനെയൊക്കെ വെച്ചുകൊണ്ട് പടം എടുത്തിട്ടുണ്ട്. അപ്പം അതും വഴി അവർ ഹെൽപ്പ് ചെയ്തു നമ്മളെ. ആദ്യത്തെ ഇതിന് പോകുമ്പോൾ ലാംഗ്വേജ് എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടില്ല. ഫസ്റ്റ് ഇതിന് പോവില്ല. തെലുങ്ക് പ്രശ്നമാണ്, പക്ഷേ ഇവരിങ്ങനെ ആയതുകൊണ്ട് വന്നിട്ടില്ല. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് തെലുങ്കിൽ ഒരു സീരിയലിലേക്ക് വിളിച്ചാണ്. ആ ആ ഒരു തെലുങ്ക്, അതും ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കാ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹുബലിയുടെ ഒക്കെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഓ അച്ഛാ, ശരിയാ. അവരുടെ ഒരു സീരിയലിലേക്ക്, അത് ശരിക്കും ഒരു മലയാളം ക്യാരക്ടർ ആയിരുന്നു ആ സീരിയൽ. പക്ഷേ അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം തെലുങ്കാണ്. ആരും ഇല്ല, ഇത് തമിഴ് അറിയാവുന്നവരും ഇല്ല അതിൽ. പിന്നെ പയ്യെ പയ്യെ തെലുങ്ക് സിനിമകളൊക്കെ കണ്ട് കണ്ട് കുറേശ്ശെ തെലുങ്ക് വന്നു. പിന്നെ പോയി അങ്ങ് തെലുങ്കായി. അങ്ങനെ കുറേശ്ശെ പറയാം, ഒരു 50% അപ്പോൾ തെലുങ്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ റോബിൻഹുഡ് എന്ന് പറഞ്ഞ പടം വരുന്നത്. അതൊരു വർഷത്തോളം അഭിനയിച്ചു. റോബിൻഹുഡിൽ നായകൻ നിതിൻ. പുള്ളി തെലുങ്ക് ആർട്ടിസ്റ്റ് തന്നെയാണ്. അതെ. പിന്നെ നമ്മുടെ ലാൽ സാർ ഉണ്ടായിരുന്നു. അല്ല, ഫോട്ടോ കണ്ടാലേ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ അറിയുള്ളൂ. നമ്മൾ പേര് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷെ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിതിനാണ് അതിൻ്റെ അകത്ത് മെയിൻ ഹീറോ ആയിട്ട് ചെയ്യുന്നത്. അതൊരു വർഷത്തെ ഈ തെലുങ്ക് പടങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 വർഷം 3 വർഷമൊക്കെ അവർ ഒരു സിനിമയുടെ ഷൂട്ട് അങ്ങനെയൊക്കെയാണ് അവർ. ഇപ്പോൾ ഈ അടുത്ത ഒരു കഴിഞ്ഞ മാസം രന്യ എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടറിന് ഒരവസരം ലഭിച്ചു. അവസരം എന്ന് പറയുന്നത് മലയാളി ഡയറക്ടറാണ്. അതിൻ്റെ അകത്ത് AD ആയിട്ട് പോകാനായിരുന്നു. അപ്പോൾ അതിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഒരു അവസരം ലഭിച്ചു. അതിൽ നായകനെന്ന വ്യക്തി നമ്മുടെ വിജയ് സേതുപതിയാണ്. ഡയറക്ടർ ഒരു മലയാളി ഡയറക്ടറാണ്. പുള്ളി ഒരു സിനിമ ചെയ്തതാണ്, പുണ്യാളൻ അഗർബത്തി അങ്ങനെ എന്ത് പറഞ്ഞൊരു സിനിമ ചെയ്തൊരു വ്യക്തിയാണ് പുള്ളി. ഞങ്ങൾ പോയി കലൂർ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ പോയി മീറ്റ് ചെയ്തു. പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, എടേ ഇത് മലയാള സിനിമയല്ല, ഏറ്റവും കുറഞ്ഞത് അവരൊരു 150 days എങ്കിലും ഒരു 100 above കൂട്ടിക്കോ, മലയാള സിനിമ പോലെ നിൽക്കില്ല, അത്രയും ദിവസം മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ പോയി കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പുള്ളി പറഞ്ഞൊരു ലേഡി ഡോക്ടർ ആണ് അസോസിയേറ്റ്, അവരെ കൂടെ നിന്നാൽ മതി, വേറെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, നമ്മുടെ ഒരു വർക്കാണ്. പക്ഷേ എങ്ങനെ വന്നാലും ഒരു 180 days വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരിക, ഇവിടുന്ന് അങ്ങോട്ട് പറന്നു പോവുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കൽ ആലോചിക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രിപ്റ്റ് തരാം, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അതൊന്ന് സ്പീഡാക്കി ഇട്ട് തരിക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായി, അത്രയും 90 days എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതെല്ലാം അടക്കം ഒരു വർഷം കണക്കൂട്ടാം. നേരെ മറിച്ച് മലയാള സിനിമ ആണെങ്കിൽ 35 ദിവസം കൊണ്ട് ഷൂട്ട് 30 ദിവസം കൊണ്ട് തീർക്കണം അല്ലേ? അതെ. അതാ ഡേറ്റ് കുറക്കാൻ പറ്റുമോ, എക്സ്പെൻസ് നമ്മുടെ കയ്യിലിരിക്കും, അതാണ് നമ്മൾ ഒതുക്കി ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന സിനിമയാണെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. പ്രൊഫഷണൽ സ്റ്റൈലിൽ നോക്കണമെങ്കിൽ കണ്ടായിരുന്നോ ലോക മൂവി? കാണാൻ പറ്റില്ല. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ആ മൂവി. കാരണം അതിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്വലി നമുക്ക് ഭയങ്കരമായിട്ടൊരു 100-300 കോടി രൂപ മുടക്കി ചെയ്ത ഒരു സിനിമ പോലെ ഫീൽ ചെയ്യും. അതേ സമയത്ത് ഒരു 30 കോടിയിലാണ് ആ ബഡ്ജറ്റ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഷൂട്ടിംഗ് കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ്, ഡേയ്സ് കുറക്കുക എന്നുള്ളതൊക്കെയാണ് അവർ ചെയ്തേക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള മലയാളികളുടെ കഴിവ് തന്നെ. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ അത്ര ഭംഗിയായിട്ട് തന്നെ ലോക എന്ന് പറഞ്ഞ മൂവി ആണെങ്കിലും, അല്ലെങ്കിൽ ഈ അടുത്ത് നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് മലൈക്കോട്ടെ വാലിബൻ, ലാലേട്ടൻ അഭിനയിച്ചു, ലിജോ സാറ് ഡയറക്റ്റ് ചെയ്ത, അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലാംഗ്വേജിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്ത് ഇറക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് മൊഴി മാറ്റി പോയിട്ടുണ്ടാവാം. പക്ഷേ ആ സിനിമ വേറൊരു ലാംഗ്വേജിലാണെങ്കിൽ ആ സിനിമ തീർക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ 1 വർഷം എടുക്കും, അല്ലെങ്കിൽ 2 വർഷം കാരണം മറ്റൊരു ബാഹുബലി പോലത്തെ സിനിമയാണത്. ചിന്തിക്കേണ്ട കാര്യമാണ്.
എന്നാൽ മലയാളത്തിൽ ലിജോ സാറ് ഏറ്റവും കൂടുതൽ ഡേയ്സ് എടുത്തേക്കുന്ന സിനിമ ജല്ലിക്കെട്ടായിരിക്കും. 90 ഡേയ്സ് 100 ഡേയ്സ് ഒന്നും ജല്ലിക്കെട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ജല്ലിക്കെട്ടിന് എടുത്തേക്കുന്ന എഫേർട്ടും നാച്ചുറലായിട്ടുള്ള പല സംഗതിയാണ് പുള്ളിക്ക് വേണ്ടിയിരുന്നത്. അതെ അതെ. ഇതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് കറക്റ്റ് ഡേയ്സ് എനിക്ക് ഓർമ്മയില്ല ഈ മലൈക്കോട്ട വാലിബൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഭയങ്കര വിഷ്വൽ ട്രീറ്റ്മെൻറ്റിൽ ചെയ്തു പോയേക്കുന്ന ഒരു സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു സിനിമയാണ്. ഞങ്ങൾ ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ മലയാള സിനിമയും മറ്റുള്ള സിനിമകളും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇപ്പോൾ ഒരു വർഷത്തെ ഡേറ്റ് ജിക്കുബായി ഓൾറെഡി ഒരു വർഷത്തെ ഡേറ്റാണ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമക്ക് വേണ്ടി മാറ്റി വെച്ചത് അല്ലേ? ഒരു വർഷത്തോളം അതിൻ്റെ അകത്ത് ഇത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ പടം മൊത്തം 2 വർഷം എടുത്താണ് ചെയ്തത്. 2 വർഷം എടുത്ത് അതിൻ്റെ ഷൂട്ട് തീരാൻ വേണ്ടിയിട്ട്. അതിൽ 1 വർഷത്തോളം നിങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന മീൻസ് മാസത്തിലൊരു 10 ദിവസം 15 ഷൂട്ട് ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്ക്. വേറൊരു സിനിമ കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ടൈമിന്? ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഇതല്ലേ. വേറൊരു ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് നല്ലൊരു ഓഫർ, ഫോർ എക്സാമ്പിൾ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന ടൊവിനോ പടം, അതിൻ്റെ പേരെന്തായിരുന്നു? പള്ളിച്ചട്ടമ്പിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ആ സിനിമ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ പറ്റൂല. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ലേ? അങ്ങനെ ഒരു സിനിമയിൽ നമ്മൾ ഒരു വർഷം 2 വർഷം ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു സിനിമ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പള്ളിച്ചട്ടമ്പിയിലേക്ക് വരാം. പള്ളിച്ചട്ടമ്പിയിൽ ടൊവിനോ ആയിട്ട് ഫേസ് ടു ഫേസ് ഉണ്ട്. ഒത്തിരി സീനുകളുണ്ട്. ഇപ്പം കുറച്ച് വില്ലനായിട്ടാണോ എങ്ങനെയാണ്? ക്യാരക്ടറോളാണോ? പുറത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അല്ല, ടൊവിനോക്ക് ഇടി കൊടുത്തിട്ടുണ്ട്. എനിക്കത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടൊവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, സപ്പോർട്ടീവ് ആണ്. മനസ്സിലായി. പിന്നെ വേറെ ആരൊക്കെ ആയിരുന്നു അതിൻ്റെ അടുത്ത്? കഥ പറയണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ. ബാബുരാജേട്ടനുണ്ട്, നമ്മുടെ കുട്ടേട്ടൻ. കുട്ടേട്ടനൊക്കെ നല്ല ക്യാരക്ടറല്ലേ. ബാബുരാജും നമുക്ക് പേഴ്സണൽ അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഇതിപ്പോൾ ഒരു 10 ദിവസത്തെ ഷൂട്ട് എൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഫൈറ്റ് തന്നെയായിരുന്നു അത്. ഓക്കെ. ഞാൻ അതിനോടനുബന്ധിച്ച് അടുത്ത് വരുന്നുണ്ട്. അതെന്നാന്നറിയില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഷൂട്ട് നടന്നപ്പോൾ ഇതിൻ്റെ അത് ഇത്രയൊക്കെ ആർട്ടിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. അതും കട്ടപ്പന തന്നെയാണോ? അല്ല, തൊടുപുഴയിലാണോ? ഓക്കെ. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു ലൊക്കേഷൻ? 10 ദിവസം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. അത് നല്ലൊരു ക്യാരക്ടർ തന്നെയാണെന്ന് പറയാം അല്ലേ? പുറത്ത് പറയല്ലെന്ന് മാത്രം. പള്ളിച്ചട്ടമ്പി ഭയങ്കര ഹിറ്റായിട്ട് മാറട്ടെ. അതിലൂടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലെവലിലേക്ക് എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം നമ്മൾ ആക്ടിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ഫൈറ്റിൽ നിന്നും മാറി. ഉണ്ട്. ഏത് വന്നാലും ചെയ്യാം. ഫൈറ്റ് ഒരു മൂവിയിൽ മാസ്റ്ററായിട്ട്, മെയിൻ ഫൈറ്റ് മാസ്റ്ററായിട്ട് വിളിച്ചാൽ എന്തായിരിക്കും? അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നല്ലൊരു സപ്പോർട്ടിംഗ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ കുറേ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ. പണ്ടത്തെ ഒരു ഫൈറ്റ് ഒന്നും അല്ലല്ലോ. ഇപ്പം എല്ലാം ക്രെയിനും ഫുള്ള് അതിൻ്റെ ഇതും കാര്യങ്ങളും എല്ലാം ചെയ്യണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമല്ല. കറക്റ്റ്. കറക്റ്റ്. ഇന്നിപ്പോ ചാടിയും മറിഞ്ഞും ചെയ്യുന്നതിനൊക്കെ റോപ്പാണ് യൂസ് ചെയ്യുന്നത്. സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം വേണം. കറക്റ്റ്. ഭയങ്കരമായിട്ട് സേഫ്റ്റി നോക്കണമല്ലോ. അതെ തന്നെ. എന്നിട്ടും ഈ സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഈ അടുത്ത് ഒരാള് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അറിയുമായിരുന്നു പുള്ളിനെ? ഡയറക്റ്റ് ഏതോ ഒരു പടത്തിലെങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളി മെയിനായിട്ട് ഇദ്ദേഹം മോഹൻരാജ്, അങ്ങനെ മോഹൻരാജ്. അദ്ദേഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി കാറുകളുടെ ഇതിന്റെ എല്ലാം സ്റ്റണ്ട് ചെയ്യുന്ന അതിനെ സ്പെഷ്യലൈസ് ചെയ്ത ആളായിരുന്നു. നമ്മുടെ ലൂസിഫറിലൊക്കെ ഈ എമ്പൂരാനിലൊക്കെ അദ്ദേഹമായിരുന്നു. വണ്ടികൾ കൈകാര്യം ചെയ്യും, വണ്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ചേസിങ്, വണ്ടി മറിയുന്ന ഇത്, അതിന്റെ എക്സ്പേർട്ടായിരുന്നു പുള്ളി. എന്ത് ചെയ്യാതെ ഭയങ്കര റിസ്ക് അല്ലേ ശരിക്കും പറഞ്ഞ സ്റ്റണ്ട് എന്ന് പറയുന്നത്? അങ്ങനെ വല്ല സ്റ്റണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് ചതവുകളൊക്കെ പറ്റാറുണ്ട് നന്നായിട്ട്. പോയി വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു മൂവിയിൽ ഈ സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾക്കെന്നല്ല നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടായിട്ടില്ല? ഭാഗ്യത്തിന് ഒന്നും നടന്നിട്ടില്ല. ഇതേവരെ അങ്ങനെ നടന്നിട്ടില്ല. ആകെ ഈ ജല്ലിക്കെട്ട് ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു പുള്ളിയുടെ കൈ ഒടിഞ്ഞായിരുന്നു. അത് ഇതിന്റെ ഇടയ്ക്ക് പറ്റിയതാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ട്. പക്ഷെ ജീവഹാനി സംഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ അറിവിൽ നടന്നിട്ടില്ല. പക്ഷെ അതൊക്കെ ഒരുപാട് പരിക്കുകളൊക്കെ അത് സ്വാഭാവികം. അതൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ സ്റ്റണ്ടായിട്ട് നിങ്ങൾക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞിലെ ചെറുപ്പത്തിലെ ജയൻ സാർ എന്ന് പറയുന്ന ഭയങ്കര വികാരമായിട്ട് കൊണ്ടുവരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ജയൻ സാറിന് ഏറ്റവും എന്താ പറയുക, ഭയങ്കര ഒരു വികാരം തന്നെയായിരുന്നു ജയൻ സാർ. കാരണം പുള്ളിയുടെ ഒരു പൗരുഷമായിട്ടുള്ള ശബ്ദവും അതുപോലെ തന്നെ ഉള്ള ഒരു ആക്ഷൻ രംഗങ്ങളും
അപ്പോൾ ഞാൻ ചെറുതായിരുന്നു, എത്രാം ക്ലാസ്സിൽ പഠിക്കാമെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ജയൻ സാറൊക്കെ മരിച്ചപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇന്നും അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിനെ അനുകരിക്കുക, അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുക, അതൊക്കെ ഭയങ്കര ക്രൈസ് ആയിരുന്നു. ഇപ്പോഴും അത് എന്താ പറയുക ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹം ഇതേപോലെ ഒരു സ്റ്റണ്ടിൻ്റെ ഇടയിലാണ് മരിച്ചത്. അപ്പോൾ സ്റ്റണ്ട് എന്ന് പറയുന്നത് കോളിളക്കം സ്റ്റണ്ട് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് അത്രത്തോളം ഉണ്ട് എന്ന സ്റ്റണ്ടില്ലാത്ത സിനിമകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ റീസെന്റ് കാന്താര 2 അതിൽ എന്തൊക്കെയോ ഇതായിട്ട് നെഗറ്റീവ് ഇമേജ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കാര്യമില്ല, പക്ഷേ ആളുകൾ എവിടെയാണെങ്കിലും പറയാൻ പറ്റില്ല. ആർക്ക് എപ്പോഴെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. ആ പടത്തി വെച്ച് സംഭവിച്ചു എന്നും വെച്ചോണ്ട് അത് അവരുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. ജിക്ക് ഭായ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ചെറിയ ഒരു സമയത്തേക്കുള്ള, ഇപ്പോൾ അടുത്ത സെക്കൻഡ് നമ്മളുണ്ടാവും എന്ന് പറയാൻ പറ്റും, ഒരു ഉറപ്പുമില്ല. ഇപ്പം നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ റോളാണെങ്കിൽ തന്നെ പോയി ആ നായകൻ നടനായിട്ട് ചെറിയൊരു സ്റ്റണ്ട് വല്ലതും ഉണ്ടെങ്കിൽ കൈ പൊക്കുന്നു, കാല് പൊക്കുന്നു, കാണിക്കുന്നു, മുട്ടിക്കുന്നു പോലുമില്ല. പക്ഷേ നേരെ മറിച്ച് സ്റ്റണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂപ്പ്, അങ്ങനെ ആരെങ്കിലും ഡ്യൂപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, ഡ്യൂപ്പായിട്ട് ഇതേവരെ വന്നിട്ടില്ല. ഡ്യൂപ്പ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും പരിചയമുണ്ടോ? ഒട്ടുമിക്ക ഫൈറ്റേഴ്സും ഡ്യൂപ്പ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ തെലുങ്കിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടം, അതിൻ്റെ അകത്തൊരു ഈ ഫൈറ്റ് കമ്പോസ് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് മാസ്റ്റർ കൂടാണ്ട്. അത് കൃഷ്ണ എന്നാണ് അവൻ, ആ ഫൈറ്ററുടെ പേര്. അവനാണ് മറ്റേ പുഷ്പയ്ക്കകത്ത് നമ്മുടെ അല്ലു അർജുനൊക്കെ ഡ്യൂപ്പ് ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത് ഫൈറ്റിന്. അപ്പം അങ്ങനെ ഡ്യൂപ്പ് ചെയ്യുന്ന ആളെ അറിയാം. ഫൈറ്റേഴ്സ് മിക്കവാറും ഡ്യൂപ്പ് ഉണ്ടാവും. അവരോട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. സംസാരിക്കാറുണ്ട്, ഇപ്പോഴും മിക്കപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഗ്ലാസ് പൊട്ടിപ്പോകുന്നു, മോളിൽ താഴത്തേക്ക് ചാടുന്നു, എത്രത്തോളം റിസ്ക് അവർ ചെയ്യുന്നുണ്ട് അല്ലേ? സ്വന്തം ജീവിതം അടുത്ത സെക്കൻഡ് ഉണ്ടോ എന്ന് പോലും, തീ കത്തിക്കുന്ന അല്ല അടുത്ത സെക്കൻഡിൽ അവരുണ്ടോന്ന് പോലും അവർക്ക് പറയാൻ പറ്റില്ല. ശരിയല്ലേ? ഒരു ഈ 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട്, സംഗതി ശരിയാണ്. താഴെ പെട്ടിട്ടുണ്ടാവാം, വല വെച്ചിട്ടുണ്ടാവാം, എല്ലാം ചെയ്തിട്ടുണ്ടാവാം. ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ടതും ചെയ്യുന്ന ഇത് വെച്ചുകൊണ്ട് അവരെ സ്തുതിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സത്യം. അവരാണ് ഈ പറയുന്ന ഫൈറ്റ് കമ്പോസ് ചെയ്തെടുത്ത് നായകന് വേണ്ടുന്ന ഇതും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് അതേപോലെ വില്ലനിസവും ഇതെല്ലാം ആക്കിയെടുക്കുന്ന അവർ തന്നെയാണ്. സത്യം. നായകന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് കാണിക്കാം, ഫൈറ്റിൽ കാണിക്കേണ്ട ഹീറോയിസം കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം കമ്പോസ് ചെയ്യുന്ന അവരാണ്. ശരിക്കും നമിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ശരി തന്നെയാണ്. അതിൽ റിസ്ക് കൂടിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫൈറ്റ് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാനും പറയുള്ളൂ. ഇപ്പോൾ ഡാൻസേഴ്സ് ആണെങ്കിൽ റിസ്ക് ഡാൻസ് ചെയ്യുന്നിട്ടുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ബാക്കിയുള്ള ആക്ടിങ് ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ നവരസങ്ങളാണ് മുഖത്ത് വന്നു കഴിഞ്ഞാൽ വരുത്താൻ പറ്റില്ല, അത്രയും നന്നായിട്ട് ചെയ്യാം. അത് എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിസ്ക് ജോബ് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് അവരെ ഇപ്പോൾ ജിക്ക് ഭായ് പറഞ്ഞ പോലെ വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ് പല ഇത്. അതിനോടനുബന്ധമായിട്ടൊരു കാര്യം കൂടി പറയാം. മലയാള സിനിമയിൽ ഞാൻ കണ്ട ഈ കുറച്ച് കാലം മുമ്പ് ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ അത് തുറന്നു കാണിക്കുന്നുണ്ട്. ശ്രീനിവാസ സാറ് ഭാവനയുടെ റൂമിൽ പോകുന്നു, അവിടെ നിന്ന് അദ്ദേഹം താഴത്തേക്ക് ചാടുന്ന സീൻ, ഡൂപ്പിനെ വെച്ചിട്ട് ഭാവനൻ്റെ ഡൂപ്പിനെ വെച്ചേക്കുന്നു, താഴെ വല വിരിച്ചേക്കുന്നു, ബെഡ് ഇട്ടേക്കുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെയാണല്ലോ ചാടുന്നതെന്ന്. സാധാരണക്കാർക്ക്, നമ്മുടെ കാര്യമില്ല, സിനിമക്കകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അതറിയാം. പക്ഷെ സാധാരണക്കാരൊന്നും ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയാണല്ലേ ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തത് നമ്മുടെ ചതിക്കാത്ത ചന്തു, ലാൽ സാറിൻ്റെ ഒക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു, വിനീത്, ലാൽ സാർ, ജയസൂര്യയൊക്കെ അഭിനയിച്ച. അതിൻ്റെ അകത്തൊരു ഹൊറർ സീൻ എടുക്കുന്നുണ്ട്, കൊച്ചിൻ അനിപ്പോ സാറൊക്കെ ആയിട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു പാട്ട് സീനിലായിരുന്നത്. പക്ഷെ അത് ഭയങ്കര ശരിക്ക് എനിക്ക് തോന്നുന്നു ഹൊറർ എന്ന് പറയുന്നത് അതാണെന്ന് തോന്നിപ്പോവും. ആ തമാശക്ക് ഫണ്ണി ഹൊററാണ് കാണിക്കുന്നത്. പക്ഷെ അത് കണ്ടാൽ നമുക്ക് ചിരിയാണ് വന്നതെങ്കിൽ പോലും അതിൻ്റെ അകത്ത് എന്താണ് ആ ഹൊററൊക്കെ ഭയങ്കര ഫീലായിരുന്നത്. കാരണം ശരിക്കും തലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, വയറിൽ കത്തി കുത്തി കയറുന്നതൊക്കെ ശരിക്കും നമുക്കതൊരു ഫീൽ ചെയ്ത്. അങ്ങനെ കുറച്ച് സിനിമകളുണ്ട് നമുക്ക് ആ ഒരു നാച്ചുറലായിട്ട് സാധനങ്ങൾ കാണിച്ചു തരുന്നതാണ് സിനിമയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിയല്ലേ? പക്ഷെ ഒറിജിനലായിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് തന്നെയല്ലേ. ഫൈറ്റ് മാസ്റ്റർമാരുടെ ഒത്തിരി സപ്പോർട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഉണ്ട്. നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നെ അതേപോലെ സുപ്രീം സുന്ദർ മാസ്റ്റർ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്. തമിഴാണ്. പക്ഷേ മലയാളത്തിലെ ഒട്ടുമിക്ക പടങ്ങളിലും അദ്ദേഹമാണ്. പേരെന്താ? സുപ്രീം സുന്ദർ.
അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏതെങ്കിലും ഒട്ടുമിക്ക സിനിമ അഭിനയിച്ചിട്ടുണ്ടാവും. ഇല്ല, അഭിനയിച്ചിട്ടില്ല. ഇല്ല, കാരണം മിക്ക അഭിനയിച്ചായിട്ട് ഫൈറ്റേഴ്സും അതെ, ഫൈറ്റ് മാസ്റ്റർമാരും ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈറ്റ് മാസ്റ്റർമാർ അങ്ങനെ അഭിനയം കുറവാണ്. ആണോ? അല്ലേ, തമിഴിലുള്ള മറ്റേ ആ മുടിയുള്ള പുള്ളിയൊക്കെ പേരെനിക്കറിയാം. സിൽവ മാസ്റ്റർ, സിൽവ മാസ്റ്ററൊക്കെ മിക്ക സിനിമയിലും. സുപ്രീ സുന്ദർ മാസ്റ്റർ ഒക്കെ ആണെങ്കിലും നമ്മൾ അതേപോലെ സപ്പോർട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഞാൻ അദ്ദേഹത്തെ. അപ്പം അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ പറഞ്ഞ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ അദ്ദേഹമായിരുന്നു. ഓ, അത് ശരിയാ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്ന് ഈ പറഞ്ഞ പോലെ കാവൽ എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ അതിന്റെ ഫൈറ്റ് മാസ്റ്റർ പുള്ളിയായിരുന്നു. അപ്പം അതിൽ നിന്നൊരു ഇതായി ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട്. അപ്പൊ അതിലൊക്കെയാണ് ആരെ കിട്ടിയാലും വിടൂലല്ലോ അല്ലേ, എല്ലാവരായിട്ടും ബന്ധം അപ്പം തന്നെ അങ്ങോട്ട് ഊട്ടി ഉറപ്പിച്ചറ വെക്കും. ഓക്കെ, നിതിൻ രഞ്ജി പണിക്കരായിട്ട് എങ്ങനെയാണ് ബന്ധം? ഇതേപോലെയാണ് കാവൽ എന്ന് പറയുന്നത്. വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പുള്ളിയുടെ അനിയനോ? ട്വിൻസാണ് അവർ. അത് ശരി, എനിക്കിപ്പോൾ അപ്പം ഇതേപോലെ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് അവിടെ. അങ്ങനെ ഈ അടിമാലി വന്നു ലൊക്കേഷൻ നോക്കാൻ. ലൊക്കേഷൻ നോക്കി ശരിക്കും മലയാള സിനിമയിൽ മക്കൾ യുഗം വന്നു എന്ന് തന്നെ പറയാം. കാരണം ആർട്ടിസ്റ്റിൻ്റെ വീട് ഇപ്പോൾ ഷാജി കൈലാസ് സാറിൻ്റെ മോനും സിനിമ ചെയ്യുന്നുണ്ട്. ജഗൻ അല്ലേ, ഷൂട്ട് തുടങ്ങി അതിൻ്റെ അറിയോ? അതിനെ പറ്റി ഒരു അപ്ഡേറ്റ് അറിയത്തില്ല. പ്രശ്നമില്ല. ജോഷി സാറിൻ്റെ മകൻ ഓൾറെഡി വന്നു. മക്കളയുഗം നടന്നുകൊണ്ടേയിരിക്കുന്നു. ശരിയാണ്. ഞാൻ ശശി സാറിൻ്റെ മകൻ്റെ കേസാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. കാരണം ശശി സാർ മരിക്കുന്നതിന് ഒരു ആഴ്ച മുന്നേ, ഏകദേശം 1-2 ആഴ്ച മുന്നേ എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജിക്കുബായിക്ക് അറിയാമല്ലോ, നമ്മൾ അന്ന് അങ്ങനെയായിരുന്നു നമ്മൾ. അപ്പോൾ അതിനുശേഷം എനിക്ക് മകനായിട്ട് അനി ആയിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയും ശശി സാറിൻ്റെ നമ്പറിൽ വിളിക്കുകയും വിളിച്ചപ്പോൾ സീമ മാഡമാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മകനായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പുള്ളി ഇവിടെ ഇല്ല, ഇടയ്ക്ക് വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെയും നമ്മളുടെ ലേസി എന്ന് പറയുന്ന പോലെ തന്നെ വിട്ടു. കാരണം ശശി സാറിൻ്റെ ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു ഞങ്ങളുടെ ഒരു സബ്ജക്റ്റ് ചെയ്യണമെന്നുള്ളത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയും ഇവിടെ എറണാകുളത്ത് ഒരു വനിത ഇതിനൊക്കെ വന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ച് പറ്റുമെങ്കിൽ കാണണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ എന്താ പറയുക അതിനൊരു അവസരമൊക്കെ ഉണ്ടായതൊക്കെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മാത്രമാണ് ഇൻഡസ്ട്രിയിലേക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫിലിമായിട്ട് വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ എല്ലാവരും വരണം. പിന്നെ എല്ലാവർക്കും കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്. അത് ഒരു സിനിമയിലൂടെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിലൂടെ അളക്കുന്ന സംഭവമല്ല. കാരണം കഴിവുകൾ മാറ്റൊരുക്കും തോറും അതിൻ്റെ മാറ്റ് കൂടിക്കൊണ്ട് വരുമെന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെ. ഈ ലൊക്കേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ന ലൊക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ അത് തേടി നടക്കും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി അറിയാലോ അല്ലേ? അതെ അതെ. അപ്പം അത് ബേസ് ചെയ്തുകൊണ്ടാണ് നല്ല ഫ്രെയിം ബ്യൂട്ടി ഉണ്ട് ഇടുക്കിയിൽ. എവിടെ വെച്ച് കഴിഞ്ഞാലും നല്ല ഫ്രെയിം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഒത്തിരി കഥകൾ ഇടുക്കി ബേസ് ചെയ്ത് ഹൈ റേഞ്ച് ബേസ് ചെയ്ത് എഴുതുന്നുണ്ട്. മനസ്സിലായി. പല മൾട്ടി ലാംഗ്വേജ് അവർ എഴുതുമ്പോൾ തന്നെയാണേലും അതിനനുസരിച്ചുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലമെന്ന് പറയും, പക്ഷെ ഇവരുടെ ആവശ്യങ്ങൾ ഇച്ചിരി ഇതുള്ളതായിരിക്കും. ചിലപ്പോൾ ഒരു പഴയ വീടുകളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഇതോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേ അലയേണ്ടി വരും. നന്നായിട്ട് തേടി അലഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഏരിയ അറിഞ്ഞു കഴിഞ്ഞാലും പക്ഷെ അവിടെയുള്ള മൈന്യൂട്ട് സംഭവങ്ങൾ ഇവർ വന്ന് ചോദിക്കുന്ന എക്സാക്റ്റ് സാധനം കൊടുക്കണമെങ്കിൽ നമ്മൾ കറങ്ങി കണ്ടുപിടിച്ച് അതിൻ്റെ കുറച്ച് അലയണം, അലഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായി. അതിന് അലച്ചിലുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത് ആക്ടിങ്ങിലാണ്. ആക്ടിങ് വിത്ത് അതിനകത്ത് ഇപ്പോൾ സംഘടന രംഗങ്ങളുണ്ടെങ്കിൽ അതും നോർമലി ചെയ്യേണ്ടി വരും. ഫ്യൂച്ചറിൽ ഡയറക്ഷൻ സൈഡിലേക്ക് വല്ല തിരിയാൻ എന്തെങ്കിലും അവസരം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചാൻസ് മനസ്സിലല്ലെങ്കിൽ ഒരു ആഗ്രഹം അങ്ങനെ വല്ലതുണ്ടോ? ഇന്നേ വരെ ആ ഒരു ഫീൽഡിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ഈ സമയം വരെ. ഭാവിയിലേക്ക് വരുവാണെങ്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് മൈൻഡും മാറാം അങ്ങനെ മാറാം. ഒന്നും ഡയറക്ഷൻ്റെ ABCD പോലും അറിയത്തില്ല എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. നമുക്ക് അഭിനയിക്കാനേ അറിയുള്ളൂ, അല്ലെങ്കിൽ രണ്ടെണ്ണം പിടിച്ച് പൊട്ടിക്കാനേ അറിയുള്ളൂ. ഇതേ അറിയുള്ളൂ. അത് ഭാവിയിലേക്ക്. ഇപ്പൊ തമിഴ് പ്രൊജക്ട് എന്തോ കമ്മിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞു. തമിഴല്ല, കന്നഡ അല്ല, തമിഴിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. തമിഴ് ഒരെണ്ണം ചെയ്തത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. അതിൽ ആരായിരുന്നു ആർട്ടിസ്റ്റ്? മെയിൻ ഹീറോ വന്ന് ന്യൂ ഫേസസ് ആയിരുന്നു. പിന്നെ വിവേക് പ്രസന്ന അങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകളായിരുന്നു തമിഴിൽ നിന്നുള്ള. അതിന്റെ ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞു. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് കേരളത്തിലായിരുന്നു അതിന്റെ ഷൂട്ട്. മൂന്നാർ ബേസ് ചെയ്തായിരുന്നു അതിന്റെ ഒരു ഷെഡ്യൂൾ. അതിലപ്പോ ഒരു മുസ്ലിം ക്യാരക്ടർ അത് താടി അതിനു വേണ്ടി വെച്ചതാണോ?
അല്ല, അല്ലാണ്ട് താടി നോർമലായിട്ട് വളർത്തിയതാണ്. അല്ല, ഇത് ഒരു തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി, താടി ഉള്ളത് അതിൽ ഈ ഉസ്താദുമാരില്ലേ, ആ ആ ആ ആ മനസ്സിലായി പള്ളിയില്ല. പള്ളിയിലല്ല, ഈ ഒരു ഹൊറർ മൂവിയാണ്. ഓ, അപ്പോൾ മന്ത്രിക്കാനൊക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെ അതിനെന്തോ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു മനസ്സിലായി. അതിന്റെ ഗെറ്റപ്പ് എല്ലാം അങ്ങനത്തെ. ഓ, അത് ശരിയാ. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഫുള്ള് ഇവിടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ബാക്കി അവിടേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലാണ്, ചെന്നൈ ബേസ് ചെയ്താണ്. അപ്പോൾ അവർ വിളിക്കാൻ അന്നേരം അങ്ങോട്ട് പോകേണ്ടി വരും. ഓക്കെ. കന്നഡ പുതിയ പ്രൊജക്റ്റ് കന്നഡയിലൊന്നും ചെയ്തിട്ടില്ല. കന്നഡയിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഇതാണ് മറ്റേ ദിനേശ് ബാബു സാർ. ഇപ്പോൾ അടുത്ത നിങ്ങൾ ഹിന്ദിയിലേക്ക് എപ്പോഴാണ് പോകുന്നത്? ഇപ്പോൾ എല്ലാം ഇങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കണോ? പിന്നെ ഹിന്ദിയിലേക്ക് കൂടി പോകാമല്ലോ. പറയാൻ പറ്റില്ലല്ലേ, ചിലപ്പോൾ അല്ല ഏതെങ്കിലും ഒരു സിനിമ അവിടെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഇത്രയൊക്കെ ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്രേക്ക് ആയിട്ടില്ല ഇതുവരെ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വരും, വരായികൊന്നുമില്ല. അതൊക്കെ സമയം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പം ഞാനും ഇടയ്ക്ക് ചിന്തിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ഈ സീറ്റിലിരുന്ന് എനിക്ക് ജിക്കുബായിനോട് സംസാരിക്കാനും അതേപോലെ തന്നെ പല ഡയറക്ടർമാരായിട്ട് ഇപ്പോൾ സൈനു ചാവക്കാടൻ, അനീഷ് ബാബു അബ്ബാസ്, അങ്ങനെയുള്ള ഡയറക്ടർമാരും, ജിൻഡോൻ്റെ കാര്യം പ്രത്യേകം നമ്മൾ സംസാരിച്ചിട്ടില്ല കേട്ടോ, അത് സംസാരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷമാണ്, നമ്മൾ കുറച്ച് നാൾ മാറി നിന്നതിന് ശേഷം വരുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. ബന്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന് അവർ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ചാനലിലൂടെ ഇന്ന് പലരും ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അത് ആ ഒരു കണക്ഷൻസ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ നല്ലൊരു ഐശ്വര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടം വരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2012 ഒരു ബന്ധമില്ലാണ്ടാണ് ഞാൻ ഇവിടെ നാട്ടിൽ വന്നത്. പക്ഷേ ആ 2012 തുടങ്ങി കുറച്ച് ഒരു 3-5 വർഷം മാറി നിന്നപ്പോൾ ഒരു ഗ്യാപ്പ്, അത് മനഃപൂർവ്വം മാറി എന്ന് തന്നെയാണെന്ന് പറയാം. എന്നാൽ വീണ്ടും ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഫില്ല് ചെയ്ത് ഇപ്പോൾ ഓൺ പ്രൊജക്റ്റ് നമ്മൾ സംസാരിച്ച പോലെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു പേര് വിട്ടുപോയതാണ് ജിൻഡോ സാറേ. അത് വിളിച്ചു ചോദിക്കണമല്ലേ. ഈ ഡയറക്ടർ ജിൻഡോനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ചിക്കുബായിയാണ് അല്ലേ? അതെ. അത് നമ്മളൊരു പ്രൊജക്റ്റിന് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടാണ് പുള്ളിനെ വരുന്നത് തന്നെ. അന്നത്തെ ഡയറക്ടർ ജിൻഡോ, അല്ലെങ്കിൽ അന്നത്തെ ഒരു അസോസിയേറ്റ് ജിൻഡോയിൽ നിന്ന് ഇന്ന് ഡയറക്ടർ ജിൻഡോയിലേക്ക് മാറി അദ്ദേഹം. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അന്നും ഇന്നും. ഇരുനിറം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ജിക്കു ഉണ്ടായിരുന്ന അതിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ആവാത്തതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പം അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്, നാടക നടൻ, അതും അനൗൺസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. കുറച്ച് ടൈം ഒരുപാട് പോയി. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ, പല ആളുകൾക്ക് അത് കേട്ടവർ ഒരുപാട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചില്ലേ ഏത് പടമായിരുന്നു ആദ്യം ചെയ്തതെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് പോയിട്ട് ഇന്നുവരെ റിലീസായിട്ടില്ല പടം. ആ പടത്തിൽ വെച്ചാണ് ഞാനും ജിൻഡോ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓ ശരി, ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ എന്തോ 2015-14 കാലഘട്ടമായിരിക്കും. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം അല്ല. ഒത്തിരി കഷ്ടപ്പെട്ടു അവരൊക്കെ വരട്ടെ എന്ന്. എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആരെ വിളിക്കണം, ആയിരിക്കും എന്നൊന്നും അറിയാണ്ടാണ് ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ തീരുമാനിച്ച സമയത്ത് സൈനു ചാവക്കാടൻ വന്നു, അനീഷ് ബാബു അബ്ബാസ് സാർ വന്നു, അതേപോലെ പലരും ഇങ്ങനെ വന്ന് ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫോൺ അടിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓ ഇപ്പോഴാണ് വിളിക്കുന്നത്. കാരണം പുള്ളിയൊക്കെ ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. ഇങ്ങോട്ടാണ് ഇപ്പോൾ നമുക്ക് എൻക്വയറി. മനസ്സിലാവണ്ട, പുള്ളി ഇങ്ങോട്ട്, അതായത് ആലുവിലുള്ളൊരു വ്യക്തി തന്നെയാണ്, ആർട്ടിസ്റ്റാണ് പുള്ളി. പുള്ളിനെ ഞാൻ വിളിച്ച് സംസാരിച്ച പുള്ളി എടുത്ത്, ഞാൻ വിളിച്ചു ഇങ്ങനെ കാര്യത്തിനുണ്ട്. അപ്പോൾ അതിനെ വേറൊരാൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി വല്ല ലൊക്കേഷനിലായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഓഫ് ചെയ്തിട്ടത്. ഇന്നിപ്പോൾ പുള്ളി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. പുള്ളിയുടെ ചെയ്യാനായിട്ടാണ് ഇത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പം നമ്മുടെ എന്താ പറയുക, ഇത് ഇത്രത്തോളം നമുക്ക് എത്തി. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് പെൻഡിങ്ങിൽ ഉണ്ടെന്നുള്ളതാണ്.
അത് വളരെ അഭിമാനമായിട്ടുള്ളൊരു നിമിഷം തന്നെയാണ്. അപ്പോൾ ഇരുനിറം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് തിരിച്ചു വരാം. ഇരുനിറത്തിൽ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ടോ? റോളായിട്ട് ചെറിയൊരു റോളാണ്, ഒരു അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ. ഉള്ളൂ കുറച്ചേ ഉള്ളൂ. മെയിനായിട്ടും ആ ഒരു അച്ഛൻ്റെ മോളുടെ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണത്. അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഒരു ഓട്ടോ ഡ്രൈവർ റോള്. ബ്രോയും മറ്റേ കൊച്ചിന്റെ പേര് ഞാൻ മറന്നുപോയി. തന്മയ ആ കൊച്ചാണ്. തന്മയ വരാൻ നിൽക്കുന്നുണ്ട്. തന്മയുടെ ഫാദർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ക്യാമറമാനോ എന്തോ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അല്ലേ? ഓക്കെ. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ജിൻഡോനോടൊരു പ്രത്യേക ഒരു നന്ദി അല്ലേ. ഇരുനിറം എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു ഇപ്പം ജിൻഡോനും ഇവിടെ വന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയത്. ആ കൊച്ചിന് മാത്രമായിരുന്നു ആദ്യം കിട്ടിയത്. ഇവിടെ വന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന് അവാർഡ് ആദ്യമേ സംസ്ഥാന അവാർഡ് കിട്ടിയായിരുന്നു, ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള. അതിനുശേഷം ഫിലിം ക്രിറ്റിക്കൽ അല്ല സംസ്ഥാന അവാർഡ് കിട്ടി, കേരള സർക്കാരിന്റെ അവാർഡ് കിട്ടിയായിരുന്നു. എനിക്ക് വന്ന് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് റിലീസായിട്ടില്ലല്ലോ ഇപ്പോഴും, അത് അവാർഡിന് മാത്രം അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ജിൻഡോനോട് പറഞ്ഞായിരുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ജിൻഡോയുടെ പടമല്ല, ഇതിന് മുന്നേ അവർക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയായിരുന്നു. അതിനുശേഷമാണ് ഇരുനിറത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്താണേലും നമ്മുടെ വേട്ടയിൽ എന്ന് പറഞ്ഞ രജനീകാന്ത് സാറിന്റെ പടത്തില് ആ കൊച്ചു നല്ലൊരു വേഷം ചെയ്ത, അതിൻ്റെ അകത്തെ ആ ഒരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്. നല്ലൊരു മെയിൻ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. വേട്ടയും കണ്ടവർക്ക് അറിയാം, ആ ബാലതാരം ഉള്ളത് തന്മയാണ്. ഇരുനിറം എന്ന് പറഞ്ഞ പടവും ഈ പറഞ്ഞ വേട്ടയിൽ എന്ന് പറഞ്ഞ പടവും ഒരേ സമയമാണ്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഡേറ്റ് ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ക്ലാഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തരത്തിൽ വിളിച്ച് മാനേജ് ചെയ്തൊക്കെയാണ് അവിടെ ഇത് എഴുതി കൊടുത്തേക്ക്, എഗ്രിമെന്റ് വെച്ചല്ലേ. പുതിയ സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യുന്നുണ്ടോ ജിൻഡോടെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഓക്കെ, പ്ലാനിങ് തുടങ്ങിയല്ലോ. അല്ല, അത് പറഞ്ഞ പോലെ റൈറ്റിംഗ് നടക്കുന്നേ ഉള്ളൂ, എഴുത്ത് നടക്കുന്നില്ല. അതിന്റെ ഇപ്പോ ടൈറ്റിൽ അനൗൺസ് ചെയ്തത് 2 ദിവസം 3 ദിവസം ആയിട്ടുള്ളൂ, നാടകം നടന്നുള്ളത്. അപ്പം ഞങ്ങളത് സംസാരിച്ചിരുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ അതിലെ ഹീറോ. അദ്ദേഹത്തിൻ്റെ കഥയാണല്ലോ ഇവരെടുത്തേക്കുന്നത്. പുള്ളിക്കാരൻ ഓൾറെഡി മുഹമ്മദ് പേരാമ്പ്ര. മുഹമ്മദ് എനിക്ക് നേരത്തെ അറിയാം. എങ്ങനെ വെച്ചാൽ പുള്ളിയുടെ ഒരു നാടകം ഞാൻ കണ്ണൂർ വെച്ച് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പുള്ളിനെ അങ്ങനെ അവിടെ നിന്ന് കൂടി സംസാരിക്കുക. കാരണം പുള്ളി ഭയങ്കര നൈസർഗികമായിട്ടുള്ള നാച്ചുറൽ ആക്ടിങ്ങും. പിന്നെ ഉട്ടോപ്പിയിലെ രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ആ ലൊക്കേഷനിൽ ഉണ്ടായതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തിന് അവിടെ നിന്നും എനിക്ക് പരിചയപ്പെട്ടു. ഞാൻ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കട നാടകം കണ്ണൂരിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ആണോ മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സംഭവം, പുള്ളിയുടെ ഇങ്ങനെ പേര് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ജിൻഡോട് സംസാരിക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഒരാളെ എനിക്കറിയാം, ഞാൻ കണ്ണൂർ പുള്ളി ആണോ മുഹമ്മദ് ആണ്? പറഞ്ഞ അതേന്ന് പറയാം. ഭയങ്കര സന്തോഷമായി. അതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെ, അത് ചെയ്യേണ്ട, അതൊക്കെ ആളുകൾ അറിയേണ്ട ഒരു സ്റ്റോറിയാണ്. അതിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ എന്തായാലും. ഇപ്പം ഡയറക്ഷൻ വേണ്ടെന്ന് വെച്ചു, നമ്മൾ ആക്ടിങ്ങും അടി കൊള്ളലും അടി കൊടുക്കലും മാത്രമേ ഉള്ളൂ. അതാണ് സന്തോഷം. നമ്മുടെ യൂത്തിൽ ഇന്നത്തെ ജനറേഷൻ ഏകദേശം 2014 2012 തുടങ്ങി ഞാനും ഉണ്ട്. നമുക്ക് ഇന്ന് പല കാര്യങ്ങളും അറിയാം അല്ലേ. ഇന്നത്തെ യൂത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ പറയണ്ട കേട്ടോ. എന്നാലും യൂത്തിൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻ, ജിക്കു ബ്രോ എന്ന് പറയുന്ന വ്യക്തിക്ക് വരാൻ പോകുന്ന ന്യൂജൻ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? മലയാള സിനിമയിലേക്ക് വരുന്നവർക്ക്, അത് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും, മലയാള സിനിമ എന്നല്ല ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്. കാരണം ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങാണ്ട് ചുറ്റിനും വിവിധ സ്ഥലങ്ങളുണ്ട്, വിവിധ ലാംഗ്വേജുകളുണ്ട്. അതിലൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ഇന്നത്തെ യൂത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം പറയാനുള്ളൂ? ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രമല്ലാണ്ട് സ്മാർട്ട് വർക്കും ചെയ്യുക. അത് മറ്റേ വാക്കിൽ പറയാനുള്ളൂ. നമ്മളെ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല. ഫിലിം ഇൻഡസ്ട്രിക്ക് നമ്മളെ കൊണ്ട് ആവശ്യമില്ല, നമുക്കാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടുന്ന നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ അന്വേഷിച്ച് പോവുക. അതിന് വേണ്ടുന്ന ഹാർഡ് വർക്ക് എടുക്കുക. അതോടൊപ്പം ഹാർഡ് വർക്ക് തന്നെ അല്ലാണ്ട് സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുക. JC സ്റ്റുഡിയോ സ്റ്റോറി ബിഹൈൻഡ് യു എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു അനുഭവമാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം? ജീവിതത്തിലൊരു വലിയൊരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ 2ാമത്തെ 3ാമത്തെ ഇൻ്റർവ്യൂ കണ്ടാണ് ലൈഫിലുള്ളത്. പിന്നെ ഇത്രയും ഗ്രാൻഡായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. എന്താണേലും എന്നെ വിളിച്ചതിലും ഒത്തിരി സന്തോഷം. നിങ്ങളെ വിളിച്ചതിലല്ല, കാരണം ഞങ്ങൾ വിളിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിളിച്ച ഒരു കാര്യം പറഞ്ഞപ്പോൾ അന്ന് തുടങ്ങി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. കാരണം അച്ഛൻഭായി നിങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ നമ്മൾ വരണം. കാരണം ഞാൻ ജിൻഡോയുടെ അടുത്ത് ജിൻഡോ അന്ന് വന്നു പോയപ്പോൾ തന്നെ പറഞ്ഞു, ജിൻഡോ ബ്രോ നമുക്ക് അരുൺ എന്തായാലും കൊണ്ടുവരണം. അവനെ വിളിക്കണം. ജിൻഡോ പറഞ്ഞു അവനെ വിളിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു അരുണിനൊക്കെ നമ്മളല്ലാണ്ട് ആരാ വിളിക്കുക? നമ്മുടെ ചങ്ങായിമാരെ നമ്മൾ വിളിക്കുന്ന പോലെ വേറൊരാൾക്ക് ചിലപ്പോൾ വിളിക്കാൻ പറ്റുമെന്ന് വരില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചാൽ എടാ അരുണെ, എടാ ജിക്കു എന്ന് വിളിച്ചാലും കേൾക്കാൻ അപ്പുറത്താ പറഞ്ഞോ എന്നാണ്. എടാ ജിൻഡോ എന്ന് വിളിച്ചാലും
വേറൊരു ഡയറക്ടറിനൊക്കെ നമുക്കതിനെ വിളിക്കാൻ പറ്റുമോ? വേറൊരു ആക്ടറൊക്കെ വിളിക്കാൻ പറ്റുമോ? അത് സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുമ്പോൾ അത് ആ ബന്ധമാണ് നമ്മൾ അവിടെ, നമ്മുടെ ബന്ധമാണത്. അവിടെ നമ്മൾ അഹങ്കാരമല്ല പറയുന്നത്, നമ്മുടെ ബിഹേവിങ് അല്ല, നമ്മുടെ ഒരു ബന്ധത്തിനെ ഊട്ടിയുറപ്പിച്ച് തന്നെയാണ്. അത് ഞങ്ങളാണ് ശരിക്കും നിങ്ങളോട് നന്ദി പറയേണ്ടത്. കാരണം തൊട്ടടുത്ത് എറണാകുളം സിറ്റിയിൽ നിന്ന് നിങ്ങളൊരു 10 കിലോമീറ്റർ ഓടി വരുന്നവരല്ല വന്നേക്കുന്നത്. എത്ര മണിക്ക് ബസ് കയറിയിരുന്നു? 4 മണിയാകുമ്പോൾ രാവിലെ പുലർച്ചെ 4 മണിക്ക് നിങ്ങൾ ബസ്സിൻ്റെ അകത്ത് കയറിയിരുന്നു. എത്ര മണിക്ക് എഴുന്നേറ്റു? 2:45. 2:45 എഴുന്നേറ്റു. എത്ര മണിക്ക് ഇവിടെ വന്ന്? 7:15. എൻ്റെ അടുത്ത് പറഞ്ഞ 8:30 മണിയാണ്. അപ്പോൾ 7:15 ഒന്ന് പോസ്റ്റ് തന്നത് ആരാണ്? ഞാൻ അല്ലേ? കരുതിക്കൂട്ടി പോസ്റ്റ് തന്നല്ല. കാരണം നിങ്ങൾ 8:30 ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ച് എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്തിട്ട് വന്നാൽ മതിയില്ലെന്നുള്ളത്. അപ്പോൾ എക്സ്ട്രീംലി ഞാൻ സോറി പറയുന്നത്. ഒരു 10-20 മിനിറ്റോളം നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങളിന്ന് വന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റി, സന്തോഷമുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഉയരങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതേപോലെ തന്നെ വിളിക്കും, പുതിയ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളന്ന് വന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചിക്കുബായുടെ ഒരു പുതിയ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഒരു സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്നും സിനിമ നടനായിട്ട് മാറുകയും ഇന്ന് എല്ലാം രണ്ടും ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് പുതിയ പ്രൊജക്റ്റുകൾ ഒരുപാട് വരട്ടെ. നമ്മുടെ പ്രൊജക്റ്റിലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.